ഹായ് ഓൾ, എല്ലാവർക്കും ഇൻഫോസ്ഫിയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ആണ്. സോ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ലെറ്റ്സ് റിവൈൻഡിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ ഓൾഡ് മാൻസ് റോൾ ഇൻ ദ സ്റ്റോറി? ഈ കഥയിൽ ഓൾഡ് മാൻ്റെ റോൾ എന്താണ്? ഹൗ ഡസ് ഹിസ് പ്രസൻസ് അഫക്ട് പെലായോസ് ഫാമിലി? അദ്ദേഹത്തിന്റെ പ്രസൻസ് എങ്ങനെയാണ് പെലായോന്റെ ഫാമിലിയെ ബാധിച്ചത്? The old man in the story plays the role of a mysterious angel-like figure who enters Pelayo and Elisinda's life unexpectedly. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് പെലായോടും എലിസന്റയുടെയും ജീവിതത്തിലേക്ക് വന്ന ഒരാളാണ് ഈ ഓൾഡ് മാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഈ കഥയിൽ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഏഞ്ചലിനെ പോലെയുള്ള ഒരു റോളാണുള്ളത്. Though his origin is unknown, people flock to see him thinking he is a supernatural being. ഇദ്ദേഹം എവിടെ നിന്നാണ് വന്നതെന്ന് ആർക്കും അറിയില്ല. ആളുകൾ എല്ലാവരും ഇദ്ദേഹം എന്തോ വേറെ ലോകത്തുനിന്ന് വന്ന സൂപ്പർ നാച്ചുറൽ ബീയിങ് അല്ലെങ്കിൽ ഒരു ഏഞ്ചൽ ആണെന്ന് ധരിച്ചിട്ടാണ് കാണാൻ വരുന്നത്. Pelayo and Elisinda exploit his presence by charging people money to see him. പെലായോയും എലിസന്റയും ഈ അവസരത്തിൽ നിന്ന് പൈസ ഉണ്ടാക്കാണ് ഉണ്ടായത്. As a result, they become wealthy and are able to build a better house and improve their living condition. അങ്ങനെ അവർ ഒരുപാട് പൈസ സമ്പാദിച്ചു, മാത്രമല്ല വലിയൊരു വീട് പണിതു. അങ്ങനെ അവരുടെ ലിവിംഗ് കണ്ടീഷൻ ഇംപ്രൂവ് ആവുകയാണ് ചെയ്തത്. The old man, though passive, becomes the reason for their sudden fortune and change in lifestyle. ഓൾഡ് മാൻ ഇതിലൊന്നിലും ഭാഗമായിട്ടില്ല. എന്നിരുന്നാലും പെലായോടെയും എലിസന്റയുടെയും ജീവിതത്തിൽ പെട്ടെന്നുണ്ടായിട്ടുള്ള ഈ സൗഭാഗ്യത്തിനും അവരുടെ ജീവിതത്തിലുണ്ടായ ഈ മാറ്റത്തിനും ഏക കാരണക്കാരൻ എന്ന് പറയുന്നതും ഈ ഓൾഡ് മാൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: മെൻഷൻ എനി 2 traits of the old man that impress you. നിങ്ങളെ ഇംപ്രസ് ചെയ്തിട്ടുള്ള ഓൾഡ് മാൻ്റെ ഏതെങ്കിലും 2 ട്രെയ്റ്റ്സിനെ പറ്റി പറയാനാണ് പറയുന്നത്. The old man shows great patience, enduring mistreatment without complaint. He also shows resilience, surviving harsh weather, illness, and human cruelty while retaining his mysterious presence. എനിക്ക് ഇഷ്ടപ്പെട്ട വലിയൊരു ക്വാളിറ്റിയാണ് ഓൾഡ് മാൻ്റെ ക്ഷമ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ ഒരുപാട് മോശമായിട്ട് ട്രീറ്റ് ചെയ്തപ്പോഴും അതെല്ലാം സഹിച്ച് ക്ഷമയോടുകൂടെ ഒരു പരാതിയും ഇല്ലാതെ തനിക്ക് കിട്ടിയിട്ടുള്ള ആ ബോറോഡ് നെസ്റ്റിൽ ഇരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഉൾക്കരുത്തും കൂടിയാണ് നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റുന്നത്. മോശമായിട്ടുള്ള വെതറും അസുഖങ്ങളും ആൾക്കാരുടെ ക്രൂരതയും എല്ലാം അദ്ദേഹം തന്റെ ഉൾക്കരുത്ത് കൊണ്ടാണ് നേരിട്ടത്. ആള് തന്റെ മിസ്റ്റീരിയസ് പ്രസൻസ് നിലനിർത്തിക്കൊണ്ടാണ് ഇതെല്ലാം സർവൈവ് ചെയ്തത്. What elements of the story do you consider magical? Why? കഥയിലെ ഏതെല്ലാം എലമെന്റ്സ് ആണ് നിങ്ങൾക്ക് മാജിക്കൽ ആയിട്ട് തോന്നുന്നത്? The most magical element in the story is the old man's mysterious wings, which suggest he might be an angel or a supernatural being. കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാജിക്കൽ എലമെന്റ് ആണ് ഓൾഡ് മാനുള്ള ആ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ചിറകുകൾ. അത് കാണിക്കുന്നത് അദ്ദേഹം സാധാരണ മനുഷ്യനല്ല, മാലാഖയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൂപ്പർ നാച്ചുറൽ ബീയിങ് ആണെന്നാണ്. Despite looking human and frail, his wings hint at something beyond the ordinary. അദ്ദേഹത്തിന് ഒരു നോർമൽ മനുഷ്യന്റെ ശരീരമാണുള്ളത്, വളരെ ക്ഷീണിതനാണ്. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ചിറകുകൾ എപ്പോഴും കാണിക്കുന്നത് അദ്ദേഹം സാധാരണ മനുഷ്യനല്ല, അതിന്റെ അപ്പുറം എന്തോ ആണെന്നാണ്. Another magical element is his survival through a harsh winter, even when everyone thought he would die. അടുത്ത മാജിക്കൽ എലമെന്റ് എന്ന് പറയുന്നത് ഇത്രയും വയ്യാതായി മരിക്കാറായി എന്നൊക്കെ വിചാരിച്ച മനുഷ്യൻ ആ വിന്റർ സീസൺ തരണം ചെയ്തു എന്നുള്ളതാണ്. Also, the way he finally flies away at the end like a senile vulture adds to the story's magical quality. മാത്രല്ല അവസാനം അദ്ദേഹം പറന്നു പോവാണ് ചെയ്യുന്നത് അല്ലേ, ഒരു പ്രായാധിക്യം വന്ന കഴുകന്റെ പോലെയാണ് അദ്ദേഹം പറന്നു പോകുന്നത്. The woman with a spider's body is another striking magical figure. She is part human, part insect and tells her story to the curious crowd. അടുത്ത മാജിക്കൽ ഫിഗർ ആണ് പകുതി മനുഷ്യനും പകുതി ഒരു എട്ടുകാലിയായിട്ട് മാറിയിട്ടുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത്. അവര് വളരെ ക്യൂരിയസ് ആയിട്ട് കാണാൻ വരുന്ന ക്രൗഡിനോട് തന്റെ സ്റ്റോറി പറയുന്നുണ്ട്. These magical elements blur the line between fantasy and reality, which is a key feature of magical realism in the story. ഇതെല്ലാമാണ് ഈ കഥയിലെ മാജിക്കൽ എലമെന്റ്സ് എന്ന് പറയുന്നത്. Describe the old man's first clumsy attempts at flight. എങ്ങനെയായിരുന്നു ഓൾഡ് മാന്റെ ആദ്യത്തെ ആ പറക്കൽ എന്ന് പറയുന്നത്? The old man's attempts at flight are awkward and shaky.
ഓൾഡ് മാന്റെ പറക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ആദ്യമൊക്കെ വളരെ പ്രയാസമേറിയതും പിന്നെ ഒട്ടും സ്റ്റേബിളും ആയിരുന്നില്ല. ഹിസ് വിങ്സ് സ്റ്റിഫ് ആൻഡ് ഫെദർലെസ് ഇൻ പ്ലേസസ് barely lift him off the ground. അദ്ദേഹത്തിന്റെ വിങ്സിനാണെങ്കിൽ അദ്ദേഹത്തിനെ ഗ്രൗണ്ടിൽ നിന്ന് ഉയർത്താൻ പോലും കഴിയുന്നില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, ഒരുപാട് പ്ലേസസിലെ തൂവലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല പുതുതായി വളർന്നിട്ടുള്ള തൂവലുകളാണെങ്കിൽ സ്റ്റിഫായിട്ട് നിൽക്കുകയാണെന്ന്. He struggles to flap them properly and stumbles around like a frail bird. അദ്ദേഹം ചിറകടിച്ച് പറക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. മാത്രമല്ല വളരെ വീക്ക് ആയിട്ടുള്ള ഒരു പക്ഷിയുടെ പോലെയാണ് അദ്ദേഹം മൂവ് ചെയ്യുന്നത്. At first, he almost knocks down the shed and can't gain balance. ആദ്യം അദ്ദേഹത്തിന് ബാലൻസ് ചെയ്യാനേ പറ്റുന്നില്ല. പെലായോടെ വീടിന്റെ ഷെഡൊക്കെ ഇടിച്ചിടണ മാതിരിയായിരുന്നു അദ്ദേഹത്തിന്റെ പോക്ക്. ബട്ട് ഗ്രാജുവലി വിത്ത് ഗ്രേറ്റ് എഫേർട്ട് he lifts himself off the ground and manages to fly away. പക്ഷെ അദ്ദേഹം താഴേക്ക് വീണൊന്നുമില്ല, എങ്ങനെയൊക്കെയോ മുകളിലേക്ക് തന്നെ പറന്നു പോവാണ് ചെയ്തത്. His flight is not graceful, but it shows his determination and mysterious strength. അദ്ദേഹം പറന്നു പോകുന്നത് കാണാൻ അത്ര ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ ഡിറ്റർമിനേഷനും മിസ്റ്റീരിയസ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്ട്രെങ്തുമാണ്. വാട്ട് ഹാപ്പൻസ് ടു ദ ഓൾഡ് മാൻസ് പോപ്പുലാരിറ്റി ഇൻ ദ കോഴ്സ് ഓഫ് ടൈം? സമയം കഴിഞ്ഞു പോകുന്തോറും ഓൾഡ് മാന്റെ പോപ്പുലാരിറ്റിക്ക് എന്താണ് സംഭവിച്ചത്? ദ ഓൾഡ് മാൻസ് പോപ്പുലാരിറ്റി ഡിക്ലൈൻസ് ഇൻ കോഴ്സ് ഓഫ് ടൈം. മുന്നോട്ട് പോകുന്തോറും ഓൾഡ് മാന്റെ പോപ്പുലാരിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്തത്. The initial fascination fades quickly. ആദ്യം ഉണ്ടായിട്ടുള്ള ആളുകളുടെ അത്ഭുതമൊക്കെ വേഗം തന്നെ മാഞ്ഞു പോവുകയാണ് ചെയ്തത്. He ends up becoming a familiar sight and is neglected and abandoned. പിന്നീട് അദ്ദേഹം വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാഴ്ചയായിട്ട് മാറുകയാണ് ചെയ്തത്. എല്ലാവരും അദ്ദേഹത്തെ അവഗണിക്കുകയും ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. This highlights the fleeting nature of human interest and attention and the way we easily become indifferent to the extraordinary. ഇത് കാണിക്കുന്നത് മനുഷ്യന്മാരുടെ മാറി മാറി വരുന്ന ഇൻട്രസ്റ്റുകളാണ്. ആദ്യം ആളുകൾക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നു ഓൾഡ് മാൻ എന്ന് പറയുന്നത്. പിന്നീട് വേറെ എക്സ്ട്രാordinary ആയിട്ടുള്ള ഒരാൾ വന്നപ്പോൾ ഇദ്ദേഹത്തെ ഇവിടെ ഉപേക്ഷിച്ച് അങ്ങോട്ട് പോവാണ് ചെയ്തത്. സോ മനുഷ്യന്റെ ഇൻട്രസ്റ്റ് വേഗം വേഗം മാറിക്കൊണ്ടിരിക്കും. Pick out instances of the following from the story. നമ്മളോട് കഥയിൽ നിന്ന് ഇമേജറിക്കും സിമിലിക്കും മാജിക്കൽ എലിമെന്റ്സിനും എക്സാമ്പിൾസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇമേജറി എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, നല്ല ചെനച്ച മാങ്ങ ഉപ്പും മുളകും കൂട്ടി കഴിക്കാൻ നല്ല സ്വാദാണെന്ന്. അപ്പൊ നിങ്ങൾ ഇതിനെപ്പറ്റി കേൾക്കുമ്പോൾ നിങ്ങളുടെ വായിലും എൻ്റെ വായിലും ഒരേപോലെ വെള്ളം വരും അല്ലേ? ഇതാണ് ഇമേജറി. ഞാൻ വാക്കിലൂടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഇമേജറി എന്ന് പറയുക. ഈ കഥയിലുള്ള ഇമേജറിക്ക് എക്സാമ്പിൾസ് ആണ് ഇനോമസ് വിങ്സ്, ഹ്യൂജ് ബസാർഡ് വിങ്സ്, ഡർട്ടി ആൻഡ് ഹാഫ് പ്ലക്ഡ്, ഡ്രെഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, ലോൺലി കാസ്റ്റവേ, A flesh and blood angel, rabbit warren, satin pumps, iridescent silk, senile vulture, the dung heap stench എന്നൊക്കെ പറയുന്നത്. അടുത്തത് സിമിലിയുടെ എക്സാമ്പിൾസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിനാദ്യം സിമിലി എന്താണെന്ന് അറിയണം. എന്താണ് സിമിലി? ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുന്നുണ്ട്, കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സിമിലി ആയിട്ട് വരും. സോപ്പിന്റെ പരസ്യത്തിലൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, നിന്റെ മുഖം ചന്ദ്രനെ പോലെ തിളങ്ങുന്നുണ്ടല്ലോ എന്നൊക്കെ. സോ നമ്മൾ ചന്ദ്രനെ പോലെ എന്ന് പറയാണ്. അങ്ങനെ കമ്പയർ ചെയ്യുന്നതാണ് സിമിലി എന്ന് പറയുന്നത്. സിമിലിയിൽ എപ്പോഴും ലൈക്കോ ആസോ ഉണ്ടായിരിക്കും. സിമിലിക്ക് എക്സാമ്പിൾസ് ആണ് ലൈക്ക് എ റാഗ് പിക്കർ, ലൈക്ക് ദ ഫെദേഴ്സ് ഓഫ് എ സ്കെയർക്രോ, ലൈക്ക് എ സ്ട്രേ ഡൈയിങ് മാൻ എന്നുള്ളതൊക്കെ. അടുത്തത് മാജിക്കൽ എലിമെന്റ്സിനുള്ള എക്സാമ്പിൾസ് ആണ്. നമ്മൾ പറഞ്ഞല്ലേ ഈ കഥ മാജിക്കൽ റിയലിസം അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണെന്ന്. അതുകൊണ്ട് തന്നെ ഒരുപാട് മാജിക്കൽ എലിമെന്റ്സ് ഉണ്ട്. ഇനോമസ് വിങ്സ് മാജിക്കൽ എലിമെന്റ്സിന് ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ ദ ചൈൽഡ് വോക്ക് അപ്പ് വിതൗട്ട് എ ഫീവർ ആൻഡ് വിത്ത് എ ഡിസയർ ടു ഈറ്റ്. ഈ കഥയിലെ കുട്ടി ഏഞ്ചൽ വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ അസുഖം മാറുകയാണ്. അതൊരു മാജിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. കാരണം അവരൊരു ഡോക്ടറെ കാണിച്ചിട്ടൊന്നും അല്ല അസുഖം മാറിയത്. ദ വുമൻ ഹു ഹാഡ് ബീൻ ചേഞ്ച്ഡ് ഇൻ ടു എ സ്പൈഡർ. ഒരു സ്ത്രീ എട്ടുകാലിയായിട്ട് മാറുകയാണ്. അതും മാജിക്കൽ ആണല്ലേ. Some large stiff feathers began to grow on his wings. ഓൾഡ് മാന്റെ വിങ്സിൽ വളരെ സ്റ്റിഫ് ആയിട്ടുള്ള തൂവലുകൾ വളർന്നു വരികയാണ്. She watched him pass over the last houses. ഓൾഡ് മാൻ അവസാന വീടും കടന്ന് പറന്നു പോകുന്നത് എലിസന്റെ അവിടെ നോക്കി നിൽക്കുകയാണ്. അതിൽ ഓൾഡ് മാൻ പറന്നു പോവാന്നുള്ളതും മാജിക്കൽ എലിമെന്റിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The old man finally manages to fly away. Elisenda watches him till he disappears. You may discuss in group and attempt alternative endings to the story. നമ്മളിപ്പോൾ വായിച്ച കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ഓൾഡ് മാൻ എങ്ങനെയൊക്കെയോ പറന്നു പോവാണ്.
എലിസണ്ട അദ്ദേഹം ആകാശത്ത് ഇങ്ങനെ മാഞ്ഞു പോകുന്നത് വരെ നോക്കി നിൽക്കാണ്. നമ്മളോട് ഈ കഥ മറ്റേതെങ്കിലും തരത്തിൽ അവസാനിപ്പിക്കാനാണ് പറയുന്നത്. ആദ്യത്തെ എൻഡിങ് ഇതാണ്. As the old man begins his clumsy attempts to fly, Elisenda watches not with relief but with sudden realization. ഓൾഡ് മാൻ പറക്കാനായിട്ട് ശ്രമിക്കുന്നത് കണ്ടപ്പോൾ എലിസണ്ടയ്ക്ക് ഒട്ടും ആശ്വാസമല്ല വന്നത്, പെട്ടെന്ന് ഒരു റിയലൈസേഷൻ ആണ് അവൾക്കുണ്ടായത്. Overwhelmed by guilt, she rushes to help him, tears in her eyes, and gently leads him inside. എലിസണ്ട കുറ്റബോധം കൊണ്ട് ഓൾഡ് മാൻ്റെ അടുത്തേക്ക് സഹായത്തിനായിട്ട് ഓടിപ്പോവാണ്. അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞിട്ടാണ് ഇരിക്കണേ. എന്നിട്ട് അദ്ദേഹത്തെയും കൂട്ടി വീടിനുള്ളിലേക്ക് പോവാണ്. For the first time they offer him a warm bath, a clean bed and a proper meal. എന്നിട്ട് അദ്ദേഹത്തിനെ കുളിപ്പിച്ച് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് നല്ലൊരു സ്ഥലം കിടക്കാനും കൊടുക്കുകയാണ് ചെയ്യുന്നത്. Day by day the old man gains strength, not just in body but in spirit. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും അദ്ദേഹത്തിന്റെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ സ്ട്രെങ്ത് വെക്കുകയാണ്. One morning as the sun rises, he spreads his wings strong and radiant and takes off gracefully into the sky. അങ്ങനെ ആരോഗ്യം വീണ്ടും കിട്ടിയ നമ്മുടെ ഓൾഡ് മാൻ വളരെ ഭംഗിയോടെ ആകാശത്തേക്ക് പറന്നു പോവാണ് ചെയ്യുന്നത്. In his place, a single glowing feather lands near their child, who begins to speak with wisdom far beyond his years. എന്നാൽ അദ്ദേഹത്തിന്റെ ആ സ്ഥലത്ത് ആ കുട്ടിയുടെ അരികിലായിട്ട് ഒരു തിളങ്ങുന്ന തൂവല് വന്ന് വീഴാണ്. അപ്പം മുതൽ ആ കുട്ടി പ്രായത്തിൽ കവിഞ്ഞ അറിവോടുകൂടെ സംസാരിക്കാനും തുടങ്ങാണ്. The family, once cold and indifferent, is forever changed by the power of kindness and the miracle it brings. വളരെ പരുക്കനായി യാതൊരു ഇമോഷൻസും കാണിക്കാതെ നിന്ന ഫാമിലി അവര് കാണിച്ച ദയയുടെ ശക്തി കൊണ്ടും അത് കാരണമുണ്ടായ മിറാക്കിൾ കൊണ്ടും എന്നേക്കുമായി മാറുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ എൻഡിങ് എന്ന് പറയുന്നത്. അടുത്തൊരു എൻഡിങ് ഇങ്ങനെയാണ്. Elisenda feeling regret and longing after the old man flies away. ഓൾഡ് മാൻ പറന്നു പോയതിനു ശേഷം എലിസണ്ടയ്ക്ക് എന്തോ ഒരു കുറ്റബോധം തോന്നുകയാണ്. She might realize his presence had brought unexpected fortune and meaning to their lives. അവൾ അതിനുശേഷം തിരിച്ചറിയാണ് ഇദ്ദേഹമാണ് ഇവർക്ക് പ്രതീക്ഷിക്കാതെ സൗഭാഗ്യം കൊണ്ടുതന്നതും അവരുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാക്കിയതും. Instead of relief, she could feel a deep emptiness and a guilt for not showing kindness. പിന്നീട് അവൾ ആലോചിച്ചപ്പോൾ അവൾക്ക് ആശ്വാസമല്ല തോന്നിയത്, അദ്ദേഹത്തോട് ദയ കാണിക്കാത്തതിന്റെ പേരിൽ കുറ്റബോധവും മനസ്സിൽ വളരെ ആഴത്തിലുള്ള ഒരു ശൂന്യതയൊക്കെയാണ്. Perhaps the angel could return one day, healed and powerful, forgiving them and blessing their child. എലിസന്റെ പ്രതീക്ഷിക്കാണ് ചിലപ്പോ കുറെ കാലം കഴിയുമ്പോൾ സുഖപ്പെട്ട് വളരെ ശക്തിയോടെ തിരിച്ചു വരും, എന്നിട്ട് അവരോട് ക്ഷമിച്ച് അവരുടെ കുട്ടിയെ അനുഗ്രഹിക്കുന്നു. ലെറ്റ്സ് റിവൈൻഡിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹൂ സഫേഴ്സ് ദ മോസ്റ്റ് ഇൻ ദ സ്റ്റോറി? ആരാണ് ഈ കഥയിൽ ഏറ്റവും അധികം സഹിക്കുന്നത്? വാട്ട് ഡസ് ദ സ്റ്റോറി ടെൽ us about the need for compassion? അനുകമ്പയുടെ ആവശ്യകതയെ പറ്റി ഈ കഥ എന്താണ് നമ്മളോട് പറയുന്നത്? The old man with wings suffers the most in the story. ഈ കഥയിൽ ആ വിങ്സോട് കൂടിയിട്ടുള്ള ഓൾഡ് മാൻ ആണ് ഏറ്റവും അധികം കഷ്ടപ്പെടുന്നത്. Despite his fragile state and mysterious nature, he is treated with cruelty, suspicion and indifference. അദ്ദേഹം വളരെ വീക്കായിട്ടും മിസ്റ്റീരിയസ് നേച്ചർ ഒക്കെ ഉണ്ടായിട്ടും അദ്ദേഹത്തെ വളരെ ക്രൂരമായി സംശയത്തോടെ ഒരു ഇമോഷനും കാണിക്കാതെയാണ് ട്രീറ്റ് ചെയ്തത്. He is locked in a filthy chicken coop, poked and mocked by crowds, and never given the care or kindness that any living being deserves. അദ്ദേഹത്തെ വളരെ വൃത്തിയില്ലാത്ത ഒരു കോഴിക്കൂട്ടിലിട്ട് പൂട്ടി ആളുകൾ അദ്ദേഹത്തെ കളിയാക്കി. ഒരിക്കലും അദ്ദേഹത്തോട് ഒരു ദയയോടോ സ്നേഹത്തോടോ ആരും പെരുമാറിയില്ല. ഒരു സാധാരണ മനുഷ്യനോ ജീവജാലങ്ങൾക്കോ പോലും കൊടുക്കുന്ന പരിഗണന പോലും അദ്ദേഹത്തിന് കിട്ടിയില്ല. His suffering goes unnoticed because people are more interested in exploiting or entertaining themselves. അദ്ദേഹത്തിന്റെ ഈ സഹനമൊന്നും ആർക്കും ശ്രദ്ധിക്കാൻ തന്നെ നേരമുണ്ടായിരുന്നില്ല. കാരണം ആളുകൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് സ്വയം എന്റർടൈൻ ചെയ്യാനായിരുന്നു. This story is a powerful reminder that true humanity lies in how we treat those who are weak, strange or different from us. ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, വളരെ വീക്കായ വിചിത്രമായ നമ്മളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുന്ന ആളുകളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നതിലാണ്. The old man never complains or retaliates. He silently endures everything with dignity. ഓൾഡ് മാൻ ഒന്നിനെ പറ്റിയും പരാതി പറഞ്ഞില്ല, വളരെ നിശബ്ദമായി എല്ലാം സഹിക്കുകയാണ് ചെയ്തത്. His quiet strength contrasts with the selfishness of those around him.
അദ്ദേഹത്തിന്റെ ഈ ശക്തി ചുറ്റുമുള്ള ഈ സ്വാർത്ഥതയുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇരിക്കുന്നത്. The story teaches us that compassion is not just about grand gestures, it's about everyday kindness, respect and empathy towards others, especially the vulnerable. ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് അനുകമ്പ എന്ന് പറയുന്നത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടല്ല, പകരം നമുക്ക് ചുറ്റുമുള്ള നമ്മളിൽ നിന്ന് വ്യത്യസ്തരായിട്ടുള്ള വീക്കായിട്ടുള്ള ആളുകളോട് എന്നും കാണിക്കുന്ന ദയയും റെസ്പെക്റ്റും എംപതിയും ഒക്കെയാണ്. Without compassion, even miracles can go unrecognized. അനുകമ്പയില്ലെങ്കിൽ മിറാക്കിൾസ് വരെ തിരിച്ചറിയാതെ പോകും എന്നാണ് പറയുന്നത്. Let's recall and recreate. First activity ഇതാണ്. Go through the story again and list the physical and the other traits of the old man and of Pelayo and Elisenda. സോ നമ്മളോട് ഓൾഡ് മാൻ്റെയും പെലായോയുടെയും എലിസെൻ്റെയുടെയും ഫിസിക്കൽ ട്രേറ്റ്സും പേഴ്സണാലിറ്റി ട്രേറ്റ്സും സിഗ്നിഫിക്കൻസ് ഇൻ ദ സ്റ്റോറിയുമാണ് കളക്ട് ചെയ്ത് എഴുതാൻ പറയുന്നത്. നമുക്ക് ആദ്യം ഓൾഡ് മാൻ്റെ ട്രേറ്റ്സ് നോക്കാം. ഓൾഡ് മാൻ്റെ ഫിസിക്കൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത് ഓൾഡാണ്, ഫ്രെയിലാണ്, നല്ല വീക്കായിട്ടാണ് ഇരിക്കുന്നത്, ഇനോമസ് വിങ്സ് ആണുള്ളത്, ഡ്രസ്ഡ് ലൈക്ക് എ റാഗ് പിക്കർ, ഫെയ്ഡഡ് ഹെയർ ഓൺ ബാൽ സ്കൾ, അദ്ദേഹത്തിന്റെ കഷണ്ടി തലയിൽ കുറച്ച് നരച്ച മുടികളാണുള്ളത്, ഫ്യൂ ടീത്ത്, വളരെ കുറച്ച് പല്ലുകളേ ഉള്ളൂ, ഹ്യൂജ് ബസാർഡ് വിങ്സ്, ഡർട്ടി ആൻഡ് ഹാഫ് പ്ലക്ഡ് വിങ്സ്, ആ വിങ്സ് ആണെങ്കിൽ ആകെ ചളി പിടിച്ച് പകുതിയോളം നഷ്ടപ്പെട്ടിട്ടാണ് ഇരിക്കണേ. ഓൾഡ് മാൻ്റെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആണ് മിസ്റ്റീരിയസ്, റെസിലിയൻസ് ആൻഡ് പെർസിവറൻസ്, ഡിഗ്നിറ്റി ആൻഡ് സെൽഫ് റെസ്പെക്ട്, ഡിറ്റാച്ച്മെന്റ് ആൻഡ് ആക്സെപ്റ്റൻസ്, വിസ്ഡം, പേഷ്യൻസ് എന്നൊക്കെയുള്ളത്. അദ്ദേഹം നല്ല അറിവുള്ള, ക്ഷമയുള്ള, എന്തും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിവുള്ള, നല്ല ഉൾക്കരുത്തുള്ള ഒരു മനുഷ്യനാണ്. ഈ കഥയിൽ അദ്ദേഹത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് റെപ്രസെന്റ്സ് ദ വീക്ക് ആൻഡ് ദ വൾനറബിൾ. നമ്മുടെ സമൂഹത്തിലെ വളരെ വീക്കായിട്ടുള്ള ആളുകളെയാണ് ഇദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്നത്. വിങ്സ് സിംബലൈസ് ഹിസ് റോൾ ആസ് ഏഞ്ചൽ ഓർ മെസ്സഞ്ചർ. അദ്ദേഹത്തിന്റെ ചിറകുകൾ സിംബലൈസ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഏഞ്ചലോ മെസ്സഞ്ചറോ ഒക്കെ ആയിട്ടുള്ള റോളിനെയാണ്. റെസ്പോൺസ് ടു ദ വീക്ക് ആൻഡ് വൾനറബിൾ. എങ്ങനെയാണ് ആളുകൾ വീക്കായിട്ടുള്ള വൾണറബിൾ ആയിട്ടുള്ള ആളുകളോട് പെരുമാറണേന്നുള്ളത് ഓൾഡ് മാൻ്റെ എക്സിസ്റ്റൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അവർ ട്രീറ്റ്മെന്റ് ഓഫ് ദ അൺയൂഷ്വൽ ആൻഡ് ഡിഫറെന്റ്. നമ്മൾ എങ്ങനെയാണ് നമ്മളിൽ നിന്ന് വ്യത്യസ്തരായ ആളുകളെ ട്രീറ്റ് ചെയ്യണേന്നുള്ളത് ഈ കഥയിലെ ഓൾഡ് മാൻ്റെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അടുത്ത ക്യാരക്ടറാണ് പെലായോ. പെലായോയുടെ ഫിസിക്കൽ ട്രേറ്റ്സ് അധികം ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല ഈ കഥയിൽ. അദ്ദേഹം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്, മാത്രമല്ല ആംഡ് വിത്ത് ബെയിലിഫ് ക്ലബ്. അദ്ദേഹം ഒരു കോടതി ഉദ്യോഗസ്ഥനാണ്. തന്റെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലാത്തി പിടിച്ചിട്ടാണല്ലേ നടക്കുന്നുണ്ടായിരുന്നേ. അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആണ് പ്രാക്ടിക്കൽ, റെസ്പോൺസിബിൾ, skeptical, lacks empathy and compassion, driven by self-interest. He decides to profit by charging money for admission to see the old man. അദ്ദേഹം വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. കുടുംബത്തോട് ഉത്തരവാദിത്തമുള്ളത് കൊണ്ടാണ് തൻ്റെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഓൾഡ് മാനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നത്. മാത്രമല്ല കുറച്ച് സ്കെപ്റ്റിക്കലാണ്, നല്ല സംശയമുണ്ട് ഇദ്ദേഹത്തിന്റെ മുകളിൽ. പെലായോക്ക് ലേശം എമ്പതിയും കമ്പാഷനും ഒക്കെ കുറവാണ്. മാത്രമല്ല പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 5 സെന്റ് വീതമാണ് ഓരോ ആളുകളിൽ നിന്നും പെലായോ വാങ്ങിച്ചിട്ടുള്ളത്. കഥയിൽ അദ്ദേഹത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ് പെലായോ. എങ്ങനെയാണ് സാധാരണ മനുഷ്യൻ ഇതിനോടൊക്കെ റെസ്പോണ്ട് ചെയ്യുക, അങ്ങനെ തന്നെയാണ് പെലായോയും റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത്. കെയർ ഗിവർ ആണ്. അദ്ദേഹത്തിന്റെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതും കെയർ ചെയ്യുന്നതും ഒക്കെ പെലായോ തന്നെയാണ്. പെലായോക്ക് നല്ല ഗ്രീഡുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഇത്ര വീക്കായിട്ടുള്ള ഒരാളെ കാണിച്ച് ഇത്ര അധികം പൈസ ഉണ്ടാക്കാനായിട്ട് മുതിർന്നത്. റെപ്രസെന്റ്സ് ദ സൊസൈറ്റീസ് ആറ്റിറ്റ്യൂഡ്. നമ്മുടെ സമൂഹത്തിന് ഈ വ്യത്യസ്തരായിട്ട് നിൽക്കുന്ന ആളുകളോടുള്ള മനോഭാവമാണ് ഇതിലൂടെ കാണാൻ പറ്റുന്നത്. അടുത്ത ക്യാരക്ടറാണ് എലിസെൻഡ. എലിസെൻഡ കുറച്ച് റൂറൽ ആയിട്ടുള്ള ഏരിയയിലാണല്ലേ താമസിക്കുന്നത്. സോ അതിൻ്റെതായിട്ടുള്ള എല്ലാ സ്വഭാവങ്ങളും എലിസെൻഡയ്ക്ക് ഉണ്ട്. ആൾക്ക് കുറച്ച് ലക്ഷൂറിയസ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് ഉപയോഗിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. അതുകൊണ്ടാണ് കുറച്ച് പൈസ കിട്ടിയപ്പോൾ ഷൂസും നല്ല ഡ്രസ്സസ് ഒക്കെ വാങ്ങിക്കൂട്ടിയത്. പേഴ്സണാലിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ നല്ല സ്നേഹമുള്ള ഒരു അമ്മയാണ്, പ്രാക്ടിക്കലാണ്, റിസോഴ്സ്ഫുൾ ആണ്. അതുകൊണ്ടാണ് ആ സാഹചര്യം വന്നപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് മൈൻഡിലേക്ക് അവർ മാറിയത്. നല്ല ബുദ്ധിയുണ്ട്, മാത്രമല്ല ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇത്രയും ദിവസം അവിടെ ഉണ്ടായിട്ടും ഓൾഡ് മാനോടൊന്ന് ഇടപഴകാനോ അല്ലെങ്കിൽ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനോ ഒന്നും അവരോട് നിന്നിട്ടില്ല. ഈ ക്യാരക്ടറിന്റെ പ്രാധാന്യം എന്താണ്? മെറ്റാണൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ള ആളാണ്. ഇമ്പോർട്ടൻസ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ്.
പെലായോയിൽ നിന്നും എലിസണ്ടയിൽ നിന്നുമാണ് നമുക്ക് മനസ്സിലാവുക ഇമോഷണൽ ഇന്റലിജൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഇവർക്ക് അത് കുറച്ച് കുറവാണ്. ഡിറ്റാച്ച്മെന്റ്, അതായത് ഒന്നിലും ഇടപെടാതെ ഇദ്ദേഹത്തിനോടൊരു ബോണ്ടും ക്രിയേറ്റ് ചെയ്യാണ്ട് വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് ഓൾഡ് മാനോട് ഇത്രയും നാളും പെരുമാറിയത്. ഇനി നമ്മളോട് പറയുന്നത് ഇവരുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ്. നമുക്ക് ആദ്യം ഓൾഡ് മാന്റെ ക്യാരക്ടർ സ്കെച്ച് നോക്കാം. ക്യാരക്ടർ സ്കെച്ച് എപ്പോഴും തുടങ്ങേണ്ടത് ഇങ്ങനെയാണ്. ഇൻ ഗബ്രിയൽ ഗാർസിയ മാർക്വസ് സ്റ്റോറി, a very old man with enormous wings, the old man is a mysterious and magical figure who arrives at Pelayo and Elisanda's courtyard. പെലായോയുടെയും എലിസണ്ടയുടെയും വീട്ടിലേക്ക് എത്തിച്ചേരുന്ന ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള എന്നാൽ ഒരു മാജിക്കൽ ഫിഗർ ഉള്ള ഒരാളാണ് ഓൾഡ് മാൻ എന്ന് പറയുന്നത്. He appears like an ordinary human being but with enormous wings which makes people wonder if he is an angel. സാധാരണ ഒരു മനുഷ്യന്റെ ശരീരമാണ് അദ്ദേഹത്തിനുള്ളത്, പക്ഷേ അതിനോട് ചേർന്ന് വലിയൊരു വിങ്സും ഉണ്ട്. അതുകൊണ്ട് ആളുകൾ വിചാരിക്കുന്നത് അദ്ദേഹം ഒരു ഏഞ്ചൽ ആണെന്നാണ്. Throughout the story, the old man remains calm, quiet and full of patience even though he is treated badly. കഥയിലുടനീളം ആള് വളരെ ശാന്തതയോടെ മിണ്ടാതെ ഒരുപാട് ക്ഷമയോടെയാണ് ഇരിക്കുന്നത്. ആളുകൾ എത്രയൊക്കെ മോശമായി പെരുമാറിയിട്ടും ഇതിൽ നിന്നൊരു വ്യത്യാസവും അദ്ദേഹം വരുത്തിയിട്ടില്ല. Physically, he is described as very old, frail, with enormous wings, a bald skull with a few hairs and a very few teeth. അദ്ദേഹത്തെ ഇങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. വളരെ പ്രായം ചെന്ന വീക്ക് ആയിട്ടുള്ള വലിയ വിങ്സോട് കൂടിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ കഷണ്ടി തലയിലാണെങ്കിൽ വളരെ കുറച്ച് മുടിയേ ഉള്ളൂ, വായിൽ വളരെ കുറച്ച് പല്ലേ ഉള്ളൂ. His wings are muddy and half-plucked. Instead of appearing powerful or divine, he seems more like a tired, sick old man who has fallen from the sky. അദ്ദേഹത്തിന്റെ ചിറകുകളാണെങ്കിൽ ആകെ ചളി പിടിച്ച് പകുതി തൂവലുകൾ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്കൊരു ദൈവികത എന്നല്ല തോന്നുന്നത്, പകരം നമുക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ തോന്നുക ആകാശത്തു നിന്ന് വീണ വളരെ ക്ഷീണിച്ച വയ്യാത്ത ഒരു ഓൾഡ് മാന്റെ പോലെയാണ്. He speaks in an incomprehensible language and does not understand those around him. His passive nature and resilience suggest a deep inner strength. അദ്ദേഹം സംസാരിച്ചത് ആർക്കും മനസ്സിലാകാത്ത ഒരു ഭാഷയാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ നേച്ചർ കാണിക്കുന്നത് തന്നെ അദ്ദേഹത്തിന്റെ ഉൾക്കരുത്താണ്. The old man's ambiguous identity, possibly an angel or a shipwrecked sailor, adds to the story's magical realism. അദ്ദേഹം ആരാണെന്നോ എന്താണെന്നോ കഥ തുടങ്ങുമ്പോഴും അറിയില്ല, കഥ അവസാനിക്കുമ്പോഴും അറിയില്ല. അദ്ദേഹം ഏഞ്ചൽ ആണോ അതൊരു ഷിപ്പ്‌റക്ക്ഡ് സെയിലർ ആണോ എന്നൊന്നും നമുക്കറിയില്ല. The old man's physical appearance is both human and otherworldly, with his wings suggesting a celestial origin. അദ്ദേഹത്തിന്റെ ശരീരം കാണാൻ മനുഷ്യനെ പോലെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വിങ്സ് കാണുമ്പോൾ നമുക്ക് തോന്നുക വേറെ ഏതോ ലോകത്ത് നിന്ന് വന്ന ഒരാളാണെന്നാണ്. The old man's role in the story is very important. He comes as a symbol of mystery, suffering and goodness. ഈ ഓൾഡ് മാൻ എന്ന് പറയുന്നത് ദുരൂഹതയുടെയും സഹനത്തിന്റെയും ഗുഡ്നെസിന്റെയും ഒക്കെ ഒരു സിംബലാണ്. His presence changes the life of Pelayo's family. Their sick child recovers soon after the old man arrives and they earn a lot of money by charging people to see him. ഓൾഡ് മാന്റെ പ്രസൻസ് കൊണ്ട് പെലായോയുടെ ഫാമിലിയുടെ അവസ്ഥ വളരെയധികം മാറുകയാണ് ചെയ്തത്. ഈ ഓൾഡ് മാൻ വന്നതിന് ശേഷമാണ് അവരുടെ സുഖമില്ലാത്ത കുട്ടിയുടെ വയ്യായം മാറിയതും ഒരുപാട് പൈസ അവര് ഏൺ ചെയ്തതും. The most special quality of the old man is his patience. അദ്ദേഹത്തിന്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത് ക്ഷമയാണ്. He never becomes angry even when people throw stones at him, lock him in a chicken coop and treat him like a circus animal. ആളുകൾ അദ്ദേഹത്തിന്റെ മേൽ കല്ലെറിഞ്ഞപ്പോഴും കോഴിക്കൂട്ടിൽ പൂട്ടിയിട്ടപ്പോഴും അദ്ദേഹത്തെ ഒരു സർക്കസ് അനിമലിന്റെ പോലെ ട്രീറ്റ് ചെയ്തപ്പോഴൊന്നും അദ്ദേഹത്തിന് ഒട്ടും ദേഷ്യം വന്നതേയില്ല. He never tries to prove who or what he is. അദ്ദേഹം താൻ ഏഞ്ചൽ ആണെന്നോ ഷിപ്പ്‌റക്ക്ഡ് സെയിലർ ആണെന്നോ ഒന്നും തെളിയിക്കാൻ ശ്രമിച്ചിട്ടേയില്ല. He suffers silently and accepts all the pain without complaint. അദ്ദേഹം എല്ലാം നിശബ്ദമായിട്ട് സഹിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല ഒരു പരാതിയും ഇല്ലാതെ എല്ലാ വേദനകളും അദ്ദേഹം സ്വീകരിച്ചു. Even when the hens peck at him or people pull his feathers to heal themselves, he shows no anger. അദ്ദേഹത്തിന്റെ ചിറകിലുള്ള പാരസൈറ്റിനെ കഴിക്കാൻ വേണ്ടി കോഴി കുത്തിയപ്പോഴും ഓൾഡ് മാന്റെ വിങ്സിലുള്ള ഓരോ തൂവലുകൾ പറക്കുമ്പോഴും വളരെ ക്ഷമയോട് കൂടിയിട്ടാണ് അദ്ദേഹം ഇരുന്നത്. His calm nature is what makes him seem truly magical,
highlighting his passive, Christ-like endurance. അദ്ദേഹത്തിന്റെ ഈ ശാന്തതയാണ് അദ്ദേഹത്തെ ഡിവൈൻ ആക്കി മാറ്റുന്നത്. അദ്ദേഹത്തിന് ക്രൈസ്റ്റിന്റെ പോലെയുള്ള ഒരു സഹനശക്തിയാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുക. The old man's endurance serves as a testament to his strength and resilience. ഓൾഡ് മാന്റെ ഈ സഹനശക്തി കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ ശക്തിയും ഉൾക്കരുത്തിനെയും ഒക്കെയാണ്. He becomes a symbol of suffering and the human capacity for endurance. ഓൾഡ് മാൻ സഫറിങ്ങിന്റെ ഒരു സിമ്പിളായിട്ട് മാറുകയാണ്. മാത്രമല്ല ഒരു മനുഷ്യന്റെ സഹനശക്തി കൂടിയാണ് കാണിക്കുന്നത്. His character serves as mirror reflecting the villagers' moral shortcomings. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഒരു കണ്ണാടി പോലെ റിഫ്ലക്ട് ചെയ്യുന്നത് അവിടെ വന്ന ഓരോ ആളുകളുടെയും ധാർമ്മികമായ കുറവുകളെയാണ്. ഇതായിരുന്നു നമ്മുടെ ഓൾഡ് മാന്റെ ക്യാരക്ടർ സ്കെച്ച്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെലായോയുടെ ക്യാരക്ടർ സ്കെച്ച് ആണ്. Gabriel Garcia Marquez, a very old man with enormous wings, is a powerful tale of magical realism that explores the human response to the strange and miraculous. വിചിത്രമായ കാര്യങ്ങളോട് എങ്ങനെയാണ് മനുഷ്യൻ റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന ഒരു കഥയാണ് A Very Old Man with Enormous Wings എന്ന് പറയുന്നത്. One of the key characters in the story is Pelayo, a simple villager and a bailiff whose life takes an extraordinary turn with the arrival of a mysterious old man with wings. പെലായോ എന്ന് പറയുന്നത് കഥയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്യാരക്ടറാണ്. അദ്ദേഹം ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. മാത്രമല്ല ഒരു കോടതി ഉദ്യോഗസ്ഥനും കൂടിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത വലിയൊരു മാറ്റാണ് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഓൾഡ് മാൻ വന്നപ്പോൾ ഉണ്ടായത്. When he discovers the old man with wings in his courtyard, Pelayo is initially frightened and confused, thinking the man might be a shipwrecked sailor. തന്റെ മുറ്റത്ത് ചിറകുകളോട് കൂടിയിട്ടുള്ള ഒരു ഓൾഡ് മാനെ കണ്ടപ്പോൾ ആദ്യം പെലായോ പേടിച്ചു, പിന്നെ ആകെ കൺഫ്യൂസ്ഡ് ആയി. പിന്നീട് അദ്ദേഹം വിചാരിച്ചു ഇതൊരു ഷിപ്പ്‌റക്ക്ഡ് സെയിലർ ആണെന്ന്. He is practical and primarily concerned with his family's well-being. അദ്ദേഹം വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. മാത്രമല്ല തന്റെ ഫാമിലിയുടെ സുരക്ഷയെ പറ്റി വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാളും കൂടിയാണ്. Instead of helping the old man, he confines him in a chicken coop and, along with his wife Elisenda, charges villagers to see him, turning the situation into a source of income. ഇങ്ങനെ വളരെ പ്രായമായൊരു മനുഷ്യനെ സഹായിക്കാതെ പെലായോ ചെയ്തത് അദ്ദേഹത്തെ ഒരു കോഴിക്കൂട്ടിൽ അടക്കിയായിരുന്നു. പിന്നീട് പെലായോയും എലിസന്റെയും ഈ അവസരം മുതലാക്കി 5 സെന്റ് വീതമാണ് ഓരോ ആളുകളിൽ നിന്നും ഈ ഓൾഡ് മാനെ കാണുന്നതിനായിട്ട് ചുമത്തിയത്. This decision reflects Pelayo's focus on financial gain over compassion. ഇത് കാണിക്കുന്നത് പെലായോ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് കൂടുതൽ പൈസ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിലാണ്. അല്ലാതെ ഇങ്ങനെ വീക്കായിട്ട് നിൽക്കുന്ന ആളുകളോട് അനുകമ്പ കാണിക്കുന്ന കാര്യത്തിലല്ല അദ്ദേഹത്തിന്റെ ഫോക്കസ്. Soon Pelayo and Elisenda become very rich. They build a new house and Pelayo quit his job. അതിനുശേഷം അവർ ഒരുപാട് റിച്ചായി. അവർ പുതിയ വീട് വെച്ചു. പെലായോ തന്റെ ബെയിലിഫ് ആയിട്ടുള്ള ജോലി ഉപേക്ഷിച്ചു. He also starts raising rabbits. However, he does not harm the old man and even takes some responsibility of his care, suggesting he isn't entirely heartless. പിന്നീട് അദ്ദേഹം മുയലുകളെയൊക്കെ വളർത്താൻ തുടങ്ങി. എന്നിരുന്നാലും ഈ ഓൾഡ് മാനെ അപകടപ്പെടുത്താനൊന്നും പെലായോ ശ്രമിച്ചിട്ടില്ല. പകരം ചെറുതായിട്ടൊരു സ്നേഹമൊക്കെ കാണിച്ചിട്ടുണ്ട്. പെലായോ does show some decency by moving the angel into a slightly better shelter later and seems less harsh compared to others in the village. ഷെൽട്ടറിൽ കിടക്കാനായിട്ട് അവസരം കൊടുത്തു. മാത്രമല്ല മറ്റുള്ള ആളുകളെ വളരെയധികം ഉപദ്രവിച്ചു അല്ലെ ഇദ്ദേഹത്തെ. അതുപോലൊന്നും പെലായോ ഓൾഡ് മാനോട് പെരുമാറിയിട്ടില്ല. പെലായോസ് ക്യാരക്ടർ represents the common man's struggle between empathy and self-interest. സാധാരണ മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടായേക്കാവുന്ന ചിന്തകളൊക്കെ തന്നെയാണ് പെലായോയുടെ ഉള്ളിലും ഉണ്ടായിട്ടുണ്ടാവുക. ഇവിടെ ഒരു കോമൺ മാന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന എമ്പതിയുടെയും സെൽഫ് ഇൻട്രസ്റ്റിന്റെയും ഇടയിലുള്ള ഒരു സ്ട്രഗിൾ ആണ് പെലായോ റെപ്രസെന്റ് ചെയ്യുന്നത്. He benefits financially from the old man's presence but does not actively seek to harm him. പെലായോ ഓൾഡ് മാന്റെ പ്രസൻസിൽ നിന്ന് ഒരുപാട് ഫിനാൻഷ്യൽ ഗെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും അദ്ദേഹത്തെ ഹാം ചെയ്തിട്ടില്ല. Pelayo's character highlights the theme of human nature's complexity in dealing with unknown. എങ്ങനെയാണ് അറിയാത്തൊരു കാര്യത്തെ ഡീൽ ചെയ്യേണ്ടത്, അതിൽ എത്രത്തോളം കോംപ്ലക്സിറ്റി ഉണ്ട് എന്ന് കാണിക്കുന്നത് പെലായോയുടെ ക്യാരക്ടറിൽ കൂടിയാണ്. He is neither entirely compassionate nor entirely exploitative. നമുക്ക് പറയാൻ പറ്റില്ല അദ്ദേഹം തീരെ അനുകമ്പയില്ലാത്ത ആളാണെന്നോ അല്ലെങ്കിൽ ഭയങ്കര ചൂഷണം ചെയ്യുന്ന ആളാണെന്നോ പറയാൻ പറ്റില്ല.
കാര്യം ശരിയാണ്, ആൾ എക്സ്പ്ലോയിറ്റ് ചെയ്തു, എന്നിരുന്നാലും ഒട്ടും ഹാം ചെയ്തിട്ടില്ല. മാത്രല്ല തീരെ അനുകമ്പില്ലാത്ത ആളല്ല. ഈ ഓൾഡ് മാനെ തന്റെ വീടിന്റെ ഷെഡിൽ കിടക്കാനായിട്ട് അവസരം കൊടുത്തു, പിന്നെ ബ്ലാങ്കറ്റ് കൊടുത്തു. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല തീരെ അനുകമ്പയില്ലാത്ത ഒരാളാണെന്ന്. Pelayo's interactions with the old man reflect a mixture of fear, curiosity and practicality. പെലായോ ഈ ഓൾഡ് മാനോട് ഇടപഴകുന്നത് പേടിയോടും കൗതുകത്തോടും പ്രാക്ടിക്കാലിറ്റിയുടെ ഒക്കെ ഒരു മിക്സ് ആയിട്ടാണ്. പെലായോസ് ഡിസിഷൻസ് ആർ ഡ്രിവൻ ബൈ കൺസേൺ ഫോർ ഹിസ് ഫാമിലീസ് വെൽഫെയർ. പെലായോയുടെ കൂടുതൽ തീരുമാനങ്ങളും ബേസ് ചെയ്തിട്ടുള്ളത് തന്റെ ഫാമിലി നന്നായിരിക്കണം എന്നുള്ളതിനെ വെച്ചിട്ടാണ്. Pelayo's character ultimately contributes to the story's commentary on human condition. സാധാരണ മനുഷ്യന്മാരുടെ അവസ്ഥയെ പറ്റിയിട്ടാണ് പെലായോയുടെ ക്യാരക്ടർ സംസാരിക്കുന്നത്. അടുത്തതാണ് എലിസെൻഡ. In Gabriel Garcia Marquez's short story, A Very Old Man with Enormous Wings, Elisenda plays a key role as the wife of Pelayo. പെലായോയുടെ ഭാര്യയാണ് എലിസെൻഡ. She is an ordinary village woman who shows both love for her family and a strong sense of practicality. ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന സാധാരണ ഒരു സ്ത്രീയാണ് എലിസെൻഡ. അവരവരുടെ ഫാമിലിയോടുള്ള സ്നേഹവും എന്നാൽ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറും കൂടെ എലിസെൻഡയ്ക്ക് ഉണ്ട്. At the beginning of the story, Elisenda is shown as a caring mother. സ്റ്റോറിയുടെ തുടക്കത്തിൽ നമുക്ക് എലിസെൻഡയെ കാണാൻ പറ്റുക വളരെ കെയറിംഗ് ആയിട്ടുള്ള ഒരു മദറായിട്ടാണ്. She is busy putting compresses on her sick child, which shows her love and concern for her family. കഥയുടെ തുടക്കത്തിൽ എലിസെൻഡ തന്റെ സിക്ക് ചൈൽഡിന് കംപ്രസസ് വെച്ച് കൊടുക്കുകയാണ്. അത് കാണിക്കുന്നത് ആ അമ്മയ്ക്ക് ഫാമിലിയോടും തന്റെ കുഞ്ഞിനോടുള്ള കൺസേണും സ്നേഹവും ഒക്കെയാണ്. When Pelayo calls her to look at the strange old man in the courtyard, she is surprised and frightened at first. ആദ്യം ഓൾഡ് മാനെ കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഒരു സർപ്രൈസും പേടിയും ഒക്കെ വന്നു. But soon, like her husband, she begins to see the old man as something familiar. പിന്നീട് അവർക്ക് എന്തോ പരിചയമുള്ള ഒരാളുടെ പോലെയാണ് ഓൾഡ് മാനെ കണ്ടപ്പോൾ തോന്നിയത്. Elisenda is also a practical and clever woman. വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള നല്ല ബുദ്ധിയുള്ള ഒരു സ്ത്രീയാണ് എലിസെൻഡ. When people start coming to their house to see the old man, she suggests putting up a fence and charging an entrance fee. ആളുകള് കാര്യമറിഞ്ഞ ഓൾഡ് മാനെ കാണാൻ വന്നപ്പോ എലിസെൻഡയാണ് സജസ്റ്റ് ചെയ്തത് നമുക്കിങ്ങനെ വേലി കെട്ടി അദ്ദേഹത്തെ കാണുന്നതിന് ഒരു എൻട്രൻസ് ഫീ വെക്കാമെന്ന്. This decision shows that she knows how to make the best of the situation. എലിസെൻഡയുടെ തീരുമാനത്തെ കാണിക്കുന്നത് എങ്ങനെ ഒരു സാഹചര്യത്തെ നന്നായി ഉപയോഗിക്കാം എന്നുള്ളതാണ്. With the money they earn, Elisenda and Pelayo build a new house, buy fancy clothes and live a comfortable life. അങ്ങനെ ഏൺ ചെയ്ത മണി കൊണ്ടാണ് അവർ വലിയൊരു വീട് പണിതതും ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിച്ചതും വളരെ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കുന്നതും. She even buys satin shoes with high heels and silk dresses, which shows that she enjoys luxury. അത്യാവശ്യം ലക്ഷറി ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എലിസെൻഡ. അതുകൊണ്ടാണ് എലിസെൻഡ ഹൈ ഹീൽസും സിൽക്ക് ഡ്രസ്സസ് ഒക്കെ വാങ്ങിച്ചത്. Despite the material benefits, she views the old man as a nuisance and is relieved when he eventually flies away. ഇത്രയൊക്കെ പൈസ ഉണ്ടാക്കിയിട്ടും ഓൾഡ് മാനെ എലിസെൻഡ കാണുന്നത് ഒരു ശല്യമായിട്ടാണ്. അദ്ദേഹം പറന്നു പോയപ്പോൾ എലിസെൻഡയ്ക്ക് വളരെയധികം ആശ്വാസം ഉണ്ടാവുകയാണ് ചെയ്തത്. Elisenda's actions highlight her practical nature and tendency to prioritize personal gain over empathy. എലിസെൻഡയുടെ നേച്ചർ കാണിക്കുന്നത് അവർ നല്ല പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. മാത്രമല്ല സഹാനുഭൂതിക്ക് മുകളില് വ്യക്തി താല്പര്യങ്ങൾക്കാണ് അവർ മുൻതൂക്കം കൊടുക്കുന്നത്. Her character embodies human selfishness and the inclination to exploit the unknown for personal benefit. എലിസെൻഡയുടെ ക്യാരക്ടർ മനുഷ്യന്റെ സ്വാർത്ഥതയെയും പേഴ്സണൽ ബെനിഫിറ്റ്സിനായിട്ട് അൺനോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ വീക്ക് ആയിട്ടുള്ള ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഒരു താല്പര്യത്തെയാണ് കാണിക്കുന്നത്. She is more practical than Pelayo, taking the initiative to capitalize on the old man's presence. പെലായോയെക്കാളും കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആണ് എലിസെൻഡ. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ എൻട്രൻസ് ഫീ വെക്കാമെന്ന് സജസ്റ്റ് ചെയ്തത്. Elisenda's character reflects the theme of human indifference to the suffering of others. Her actions demonstrate a lack of empathy and a focus on personal comfort. സഹാനുഭൂതി തീരെ ഇല്ലാത്ത തന്റെ താല്പര്യങ്ങൾ മാത്രം പ്രൊട്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ് നമുക്ക് എലിസെൻഡയിലൂടെ കാണാൻ പറ്റുക. Her involvement with the old man underscores the tension between empathy and self-interest. Elisenda's character serves as a representation of societal attitude towards the unknown.
എലിസൻഡയുടെ ക്യാരക്ടറും റെപ്രസെന്റ് ചെയ്യുന്നത് അറിയാത്ത കാര്യങ്ങളിൽ അല്ലെങ്കിൽ അറിയാത്ത ആളുകളോടുള്ള സൊസൈറ്റിയുടെ മനോഭാവമാണ്. The news of the sudden appearance of a very old man with enormous wings spreads rapidly in the neighborhood. One of the local residents come across a notice advertising the opportunity to see the angel for 5 cents. He decides to write a letter to the editor expressing his concern. Let's go through the letter. പെലായോയുടെ വീട്ടിലൊരു ഏഞ്ചൽ വന്നു എന്നുള്ള ന്യൂസ് പെട്ടെന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. ആ സമയത്ത് ആ പ്രദേശത്ത് താമസിക്കുന്ന ഒരാള് നോട്ടീസ് കാണുകയാണ്. അതിൽ പറയുന്നത് ഇതാണ്: നിങ്ങൾക്കും ഏഞ്ചലിനെ കാണാം, 5 സെന്റ്സ് ആണ് അതിനായിട്ടുള്ള എൻട്രി ഫീ എന്നുള്ളത്. ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ വിഷമാവുകയാണ് ചെയ്തത്. ഒരു പ്രായമായ ഒരാളെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതിൽ തന്റെ കൺസേൺസ് എല്ലാം അറിയിച്ചുകൊണ്ട് ഒരു ന്യൂസ് പേപ്പറിലെ എഡിറ്റർക്ക് അദ്ദേഹം ഒരു ലെറ്റർ എഴുതുകയാണ്. ആ ലെറ്റർ ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. The editor, name of the newspaper, place of publication. Sir, I am writing to express my deep concern over the harsh treatment of the very old man with enormous wings who was recently discovered in our neighborhood. ഈ അടുത്ത് ഞങ്ങളുടെ നെയ്ബർഹുഡിൽ എത്തിച്ചേർന്നിട്ടുള്ള വളരെ പ്രായമായ വലിയ വിങ്സോട് കൂടിയിട്ടുള്ള ഒരു മനുഷ്യനെ വളരെ മോശമായിട്ടാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള കൺസേൺസ് അറിയിക്കാനാണ് ഞാൻ ഈ ലെറ്റർ എഴുതുന്നത്. The mysterious elderly man is locked up in a chicken coop and subjected to ridicule and harassment. ദുരൂഹത നിറഞ്ഞ എന്നാൽ വളരെ പ്രായമായ ഒരു വ്യക്തിയെ ഒരു കോഴിക്കൂട്ടിൽ പൂട്ടിയിട്ട് വളരെ മോശമായിട്ടാണ് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യുന്നത്. He is being exploited for financial gain. ഒരുപാട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹത്തെ ചൂഷണം ചെയ്യാണ്. This is a shameful reflection on the character of our society. നമ്മുടെ സമൂഹത്തിന്റെ വളരെ മോശമായിട്ടുള്ള ഒരു സ്വഭാവമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. Our lack of compassion and respect for the dignity of others is deplorable. മറ്റുള്ളവരോട് അനുകമ്പയില്ലാത്തതും അവരുടെ അന്തസ്സിനെ സംരക്ഷിക്കാൻ കഴിയാത്തതുമെല്ലാം വളരെ പരിതാപകരമായ അവസ്ഥയാണ്. ആസ് എ കമ്മ്യൂണിറ്റി വി ഷുഡ് ബി ashamed for our actions. ഇത് നമ്മുടെ സമൂഹത്തിന്റെ വളരെ നാണക്കേട് ഉണ്ടാക്കുന്ന പ്രവൃത്തികളാണ്. We claim to be caring and compassionate, but our treatment of this vulnerable individual tells a different story. നമ്മൾ സ്വയം അവകാശപ്പെടുന്നത് നമ്മൾ മറ്റുള്ളവരെ കെയർ ചെയ്യുന്ന വളരെ അനുകമ്പയുള്ള ആളുകളാണെന്നാണ്. എന്നിട്ട് ശരിക്കും ദുർബലരായ ഈ ഇൻഡിവിജ്വൽസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. May I request you to cover the story in the pages of your esteemed newspaper. This would impel the leaders of the community to ensure the old man's safety and well-being. We must provide him with the care and respect he deserves. സോ ഈ എഡിറ്ററോട് ഇദ്ദേഹം പറയുന്നത് ന്യൂസ് പേപ്പറിൽ നിങ്ങൾ ഇത് കവർ ചെയ്യണം. മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു ന്യൂസ് ചെയ്യുന്നതിലൂടെ ഈ ഓൾഡ് മാന്റെ സേഫ്റ്റിക്കും വെൽബീയിങ്ങിനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ലീഡേഴ്സിന് ഒരു പ്രേരണയാവും ചെയ്യും. നമ്മൾ നിർബന്ധമായിട്ടും ഈ ഓൾഡ് മാൻ അർഹിക്കുന്ന റെസ്പെക്റ്റും കെയറും അദ്ദേഹത്തിന് കൊടുത്തേ മതിയാവൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ ലെറ്റർ അവസാനിപ്പിക്കുന്നത്. The editor of the newspaper sends a reporter to investigate and report the incident. Prepare the likely news report. ഈ ന്യൂസ് പേപ്പറിന്റെ എഡിറ്റർ ഒരു റിപ്പോർട്ടറെ അയക്കുകയും അദ്ദേഹം കൊണ്ടുവന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു ന്യൂസ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ഈ ന്യൂസ് പേപ്പറിന്റെ ഹെഡിങ് ഇതാണ്: മിസ്റ്റീരിയസ് വിങ്ഡ് മാൻ ഫൗണ്ട് ഇൻ ചിക്കൻ കൂപ്പ്, ലോക്കൽ ഔട്ട്ക്രൈ ഓവർ ഇൻഹ്യൂമെയിൻ ട്രീറ്റ്മെന്റ്. ദുരൂഹത നിറഞ്ഞ ചിറകുകളുള്ള ഒരു മനുഷ്യനെ കോഴിക്കൂട്ടിൽ കണ്ടെത്തി മനുഷ്യത്വരഹിതമായ ട്രീറ്റ്മെന്റിനെതിരെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ടൈറ്റിൽ. ബൈ അവർ സ്റ്റാഫ് റിപ്പോർട്ടർ, സിറ്റി, ഡേറ്റ്. എപ്പോഴും ഒരു ന്യൂസ് പേപ്പറിന്റെ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ഉൾപ്പെടുത്തിയിട്ടുള്ളതാവണം. അങ്ങനെയുള്ളൊരു വലിയ വരിയാണ് നമ്മുടെ ആദ്യത്തേത്. A bizarre and heart-wrenching incident has come to light in a quiet neighborhood where a mysterious elderly man with enormous wings has been discovered locked in a chicken coop by Pelayo and Elisenda, a local couple who claimed to have found him in their backyard and soon turned the situation into a business. നടന്ന എല്ലാ സംഭവവും നമ്മൾ ഒറ്റ വരിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. വളരെ വിചിത്രമായ എന്നാൽ വേദനയുണ്ടാക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ നെയ്ബർഹുഡിൽ ഉണ്ടായിട്ടുള്ളത്. ദുരൂഹത നിറഞ്ഞ വളരെ പ്രായം ചെന്ന വലിയ ചിറകുകളുള്ള ഒരു മനുഷ്യനെ കോഴിക്കൂട്ടിൽ പൂട്ടിയിട്ടതായിട്ടാണ് നമ്മൾ കണ്ടത്. ആ പ്രദേശത്ത് താമസിക്കുന്ന പെലായോയും എലിസന്റെയും പറയുന്നത് അവരുടെ മുറ്റത്തിന്റെ പിൻവശത്ത് ഇദ്ദേഹത്തെ കണ്ടുവെന്നാണ്. പക്ഷെ പിന്നീട് അവർ ഈ സിറ്റുവേഷനെ ഒരു ബിസിനസ് ആക്കി മാറ്റാണ് ചെയ്തത്. Residents claim the man appeared suddenly during a storm and has since been subjected to cruel treatment and public ridicule.
അവിടുത്തെ താമസക്കാർ പറയുന്നത് ഒരു കൊടുങ്കാറ്റിന് ശേഷമാണ് ഇദ്ദേഹം പ്രത്യക്ഷപ്പെട്ടതെന്നാണ്. മാത്രമല്ല അദ്ദേഹത്തെ മോശമായി ട്രീറ്റ് ചെയ്യുകയും പരസ്യമായി അവഹേളിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. According to eyewitnesses, the old man is being kept in inhumane conditions and has become a local spectacle with people flocking to see him. ഈ സാഹചര്യം കണ്ടിട്ടുള്ള ആളുകൾ പറയുന്നത് ഇദ്ദേഹത്തെ വളരെ മനുഷ്യത്വരഹിതമായ സാഹചര്യത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇദ്ദേഹത്തെ ഒരു കാഴ്ച വസ്തുവിനെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഒരു കൂട്ടം ആളുകളാണ് ഇദ്ദേഹത്തെ കാണാനായിട്ട് വരുന്നത്. Shockingly, he is being exploited for financial gain by charging people for a glimpse of him. അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായിട്ട് ആളുകളുടെ മേലെ ഒരു എൻട്രി ഫീ ഒക്കെ ചുമത്തിയിട്ടാണ് ഈ സാഹചര്യത്തെ ചൂഷണം ചെയ്യുന്നത്. Community members have expressed concern over this insensitive and shameful behavior. കമ്മ്യൂണിറ്റിയിലെ ആളുകൾ ഇവരുടെ ഈ പ്രവൃത്തിയിൽ വളരെയധികം ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. It's a disgrace, said a resident. This man, whether human or not, deserves dignity and care, not mockery and exploitation. ആ പ്രദേശത്തെ വ്യക്തി പറയുന്നത് ഇത് വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അദ്ദേഹം മനുഷ്യനാണെങ്കിലും അല്ലെങ്കിലും പരിഹാസവും ചൂഷണവും അല്ല അർഹിക്കുന്നത്, പകരം ഡിഗ്നിറ്റിയും കെയറുമാണ്. The incident has sparked debates over ethics, compassion and the treatment of the vulnerable in our society. ഈ സംഭവം എന്തായാലും കുറെ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. മൂല്യങ്ങളെ പറ്റിയും അനുകമ്പയെ പറ്റിയും ഇതുപോലെ നമ്മുടെ സമൂഹത്തിലുള്ള ദുർബലരായ ആളുകളെ ട്രീറ്റ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ. A letter to the editor urged the media and authorities to take swift action to protect the old man and provide him with proper medical care and shelter. എഡിറ്ററിന് വന്നൊരു ലെറ്ററാണ് ഈ ഓൾഡ് മാനെ പ്രൊട്ടക്ട് ചെയ്യാനും അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ കെയറും ഷെൽട്ടറും ഒക്കെ കൊടുക്കാനായിട്ട് മീഡിയക്കാരെയും അതോറിറ്റീസിനെയും ഒക്കെ പ്രേരിപ്പിച്ചത്. Local authorities have been informed and an investigation is expected. ലോക്കൽ അതോറിറ്റീസിനെ അറിയിച്ചിട്ടുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്തായാലും ഉണ്ടാവും. In the meantime, concerned citizens are calling for empathy, justice and the immediate release of the man from captivity. എന്നാൽ ഇദ്ദേഹത്തെ പറ്റി ആശങ്കയുള്ള ആളുകൾ അദ്ദേഹത്തോടുള്ള എമ്പതിക്കും ജസ്റ്റിസിനും മാത്രമല്ല ഇദ്ദേഹത്തെ വേഗം തന്നെ ഈ തടവിന്ന് റിലീസ് ചെയ്യാനും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്. With the arrival of the very old man with enormous wings, Pelayo's life changes. ഈ ചിറകുകളുള്ള ഓൾഡ് മാൻ വരുന്നതോടുകൂടെ പിലായോയുടെ ലൈഫ് മാറാണ്. He notes his concerns in his diary. ഇങ്ങനെ അറിയാത്ത വിചിത്രമായ ഒരാൾ വരുമ്പോൾ ഒരുപാട് ആശങ്കകൾ അദ്ദേഹത്തിന് ഉണ്ടാവും അല്ലേ. സോ പെലായോ തന്റെ ആശങ്കകളെല്ലാം ഒരു ഡയറിയിൽ കുറിക്കുകയാണ്. Write the likely diary entry. സോ നമ്മളോട് ആ ഡയറി എഴുതാനാണ് പറയുന്നത്. ഡയറിയുടെ സ്ട്രക്ചർ ഇതാണ്. ഡേറ്റും ഡേയും മെൻഷൻ ചെയ്യുക. പിന്നെ സാധാരണ പോലെ നമ്മുടെ തോട്ട്സ് നമുക്ക് എഴുതാവുന്നതാണ്. Today has been the strangest day of my life. എൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വിചിത്രമായൊരു ദിവസമാണ് ഇന്ന്. When I was walking through the courtyard, I saw something unusual moving in the mud. ഞാൻ മുറ്റത്തുകൂടെ നടക്കുമ്പോഴാണ് എന്തോ അസാധാരണമായ ഒന്ന് ചെളിയിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കാണുന്നത്. To my shock, it was a very old man with enormous wings. അത് വളരെ പ്രായമായ വലിയ ചിറകുകളുള്ള ഒരു മനുഷ്യനായിരുന്നു. He looked weak, filthy and helpless. അദ്ദേഹം വളരെ വീക്കാണ്. ഒട്ടും തന്നെ വൃത്തിയില്ലാത്ത ഉടുപ്പും പിന്നെ ആകെ ചളി പുരണ്ടിരിക്കുകയാണ്. വളരെ നിസ്സഹായ അവസ്ഥയിലാണുള്ളത്. I was terrified and immediately called Elisenda to see him. ഞാൻ വളരെയധികം പേടിച്ചു. പെട്ടെന്ന് തന്നെ എലിസണ്ടയെ കാര്യം അറിയിച്ചു. He didn't speak our language. He looked like a tired old man, maybe a castaway, maybe something else. അദ്ദേഹം ഞങ്ങളുടെ ഭാഷയല്ല സംസാരിക്കുന്നുണ്ടായിരുന്നത്. ആളെ കാണുമ്പോൾ വളരെ ടയേർഡ് ആയിട്ടുള്ള ഒരു ഓൾഡ് മാനെ പോലെയായിരുന്നു. ചിലപ്പോൾ കാസ്റ്റവേ ആയിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കാം, അറിയില്ല. The neighbor woman insisted he was an angel sent for our sick child. നെയ്ബർ വുമൺ പറയുന്നത് ഇതൊരു മാലാഖയാണ്, ഞങ്ങളുടെ വയ്യാത്ത കുട്ടിക്ക് വേണ്ടി അയച്ചതാണെന്ന്. That scared me even more. അതെനിക്ക് ഒന്നും കൂടെ പേടിയായി. Was he here to take our baby away? ഞങ്ങളുടെ കുട്ടിയെ എടുത്തോണ്ട് പോവാൻ വന്നതായിരിക്കോ? But then something unbelievable happened. അപ്പോഴാണ് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം സംഭവിച്ചത്. Our child got better. ഞങ്ങളുടെ കുട്ടിയുടെ അസുഖം ഭേദമാവുകയാണ് ചെയ്തത്. He woke up without a fever and wanted to eat. ഞങ്ങളുടെ കുട്ടി പനിയൊന്നുമില്ലാതെ എഴുന്നേറ്റു. ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹമൊക്കെ അവന് വന്നു. I felt relieved yet confused. കാര്യം എനിക്ക് വളരെ ആശ്വാസമായെങ്കിലും പിന്നീട് എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു. Still I couldn't stop thinking about the safety of my family. എന്നിരുന്നാലും എനിക്ക് എൻ്റെ കുടുംബത്തിന്റെ സുരക്ഷയെ പറ്റി ചിന്തിക്കാതിരിക്കാൻ പറ്റുന്നില്ല. What if this man was dangerous?
ഈ മനുഷ്യൻ അപകടകാരിയാണെങ്കിലോ? വാട്ട് ഇഫ് ഹിസ് പ്രസൻസ് ബ്രോട്ട് ഇൽനെസ് ഓർ മിസ്ഫോർച്യൂൺ? ഇദ്ദേഹം ഇവിടെ ഉള്ളത് കൊണ്ട് എന്തെങ്കിലും നിർഭാഗ്യമോ അസുഖങ്ങളോ വന്നാലോ? ദാറ്റ്സ് വൈ ഐ ഡ്രാഗ്ഡ് ഹിം ഔട്ട് ഓഫ് ദ മഡ് ആൻഡ് ലോക്ക്ഡ് ഹിം ഇൻ ദ ചിക്കൻ കൂപ്പ്. അതുകൊണ്ടാണ് ഞാൻ അയാളെ ചളിയിൽ നിന്ന് വലിച്ച് കോഴിക്കൂട്ടിൽ പൂട്ടിയിട്ടത്. ഐ ഈവൻ കെപ്റ്റ് മൈ ബെയിലിഫ് ക്ലബ് ക്ലോസ് ജസ്റ്റ് ഇൻ കേസ്. ഞാൻ എൻ്റെ കയ്യിൽ എപ്പോഴും ലാത്തി പിടിച്ചിരുന്നു, എങ്ങാനും ആവശ്യം വന്നാലോ എന്ന് വെച്ചിട്ട്. ഐ ഡോണ്ട് വാണ്ട് ടു ഹാം ഹിം ബട്ട് ഐ മസ്റ്റ് പ്രൊട്ടക്ട് മൈ വൈഫ് ആൻഡ് ചൈൽഡ്. എനിക്ക് അദ്ദേഹത്തെ ഉപദ്രവിക്കണം എന്നൊന്നുമില്ല, പക്ഷെ എനിക്ക് എൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും സംരക്ഷിച്ചേ മതിയാവൂ. നൗ ദ കോർട്ട്യാർഡ് ഈസ് ഫുൾ ഓഫ് പീപ്പിൾ. ഇപ്പൊ മുറ്റത്ത് നിറയെ ആളുകളാണ്. ദേ ആർ ട്രീറ്റിംഗ് ദ ഓൾഡ് മാൻ ലൈക്ക് ആൻ അനിമൽ ഓർ എ ഷോ പീസ്. ആ ആളുകള് ഈ ഓൾഡ് മാനെ ഒരു മൃഗത്തിന്റെ പോലെയോ അല്ലെങ്കിൽ കാഴ്ചവസ്തുവിന്റെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഐ ഫീൽ അൺഈസി. Is this the right thing to do? ഞാൻ ചെയ്യുന്നത് ശരിയാണോ? Or are we losing our humanity? ഞങ്ങളുടെ മനുഷ്യത്വം നഷ്ടപ്പെടുകയാണോ? I just want my family to be safe. എന്തൊക്കെയായാലും എനിക്ക് എൻ്റെ കുടുംബത്തെ സേഫ് ആക്കി മതിയാവൂ. But I can't help wondering, what if he really is an angel? പക്ഷെ എനിക്ക് അത്ഭുതപ്പെടാതിരിക്കാൻ പറ്റുന്നില്ല, ഇനി എങ്ങാനും ഇദ്ദേഹം ഏഞ്ചൽ ആണെങ്കിലോ? അടുത്ത ആക്ടിവിറ്റി ഇതാണ്. Examine the picture carefully. What does the picture tell you? ഈ ചിത്രം നമ്മളോട് എന്താണ് പറയുന്നത്? Write a phrase or sentence about it. ഇതിനെ പറ്റി ഒരു സെന്റൻസ് എഴുതാനാണ് പറയുന്നത്. Helping hands, healing hearts. സഹായിക്കുന്ന കൈകൾ ശരിക്കും ചെയ്യുന്നത് ഹൃദയത്തെ സുഖപ്പെടുത്തലാണെന്നാണ് എനിക്ക് ഈ ചിത്രം കാണുമ്പോൾ തോന്നുന്നത്. Now read the following phrases. Believe in the impossible. The future is now. Passport to adventure. Colors of imagination. Mindful moments. Good vibes only. Do you find these phrases interesting? Why? നിങ്ങൾക്ക് ഈ ക്യാപ്ഷൻസ് ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? Yes, these phrases are interesting because they are short, meaningful and expressive. വളരെ ചെറിയ ഫ്രേസസ് ആണ്. ചെറുതാണെങ്കിലും ഒരുപാട് മീനിങ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ തോട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ക്യാപ്ഷൻ എന്ന് പറയുക. A caption is a title or brief explanation of a picture, an illustration, a cartoon or a poster. ഒരു ചിത്രത്തിന്റെയോ കാർട്ടൂണിന്റെയോ പോസ്റ്ററിന്റെയോ ഒക്കെ ചെറിയ എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ ടൈറ്റിലിനെയോ ആണ് നമ്മളൊരു ക്യാപ്ഷൻ എന്ന് പറയുക. അത് ഇതുപോലെ ഷോർട്ടും മീനിങ്ഫുള്ളും എക്സ്പ്രസീവും ഒക്കെ ആയിരിക്കും. Now write suitable caption for this following. തന്നിട്ടുള്ള 3 ചിത്രത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്യാപ്ഷൻ എഴുതാനാണ് പറയുന്നത്. ആദ്യത്തെ ചിത്രത്തിൽ കാണുന്ന മനുഷ്യന്റെ അവസ്ഥ വളരെ ദയനീയാണല്ലേ. എന്നിട്ട് കൂടെ തന്റെ ഭക്ഷണം തെരുവ് നായ്ക്കളായിട്ട് ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. സോ അതിന് നമുക്ക് ഹ്യൂമാനിറ്റി ഷൈൻസ് ത്രൂ കൈൻഡ്നെസ് എന്ന് പറഞ്ഞ ടൈറ്റിൽ കൊടുക്കാം. മനുഷ്യത്വം ദയയിലൂടെയാണ് തിളങ്ങുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. അടുത്തത് ഒരു അമ്മയും കുഞ്ഞും എവിടെയോ ഉറങ്ങുകയാണ് ചെയ്യുന്നത്. സേഫ് വെയർ മദർ ഇസ്. അമ്മ എവിടെയാണോ അവിടെ സേഫ് ആണെന്നാണ് അതിന്റെ ക്യാപ്ഷൻ. അടുത്ത ചിത്രത്തിൽ കാണുന്നത് ഒരു കുട്ടി വളരെ പീസ്ഫുൾ ആയിട്ട് പുഴയിലൂടെ പേപ്പർ ബോട്ട്സ് ഒഴുക്കി വിടുകയാണ്. സോ നമുക്ക് അതിന് ഹാപ്പിനെസ് സെയിൽസ് വിത്ത് നേച്ചർ എന്ന് പറഞ്ഞ ക്യാപ്ഷൻ കൊടുക്കാം. പ്രകൃതിയുടെ കൂടെ സന്തോഷം യാത്ര ചെയ്യണു എന്നാണ് അതിന്റെ അർത്ഥം. 5th ആക്ടിവിറ്റി ഇതാണ്. The old man is treated differently by various characters in the story. കഥയിലെ ഓരോ കഥാപാത്രവും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഓൾഡ് മാനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. This is a reflection on human nature. ഇത് കാണിക്കുന്നത് മനുഷ്യന്റെ ഓരോ സ്വഭാവങ്ങളാണ്. ഡിസ്കസ് ഇൻ ഗ്രൂപ്പ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ബിലോ. നമ്മളോട് ഈ ടേബിള് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. Prepare a write-up on the basis of above table about the attitude of society to the weak and the vulnerable and the need for compassion and kindness. ഇതിനെ ബേസ് ചെയ്ത് സൊസൈറ്റിക്ക് ദുർബലരായിട്ടുള്ള അല്ലെങ്കിൽ വീക്കായിട്ടുള്ള ആളുകളോടുള്ള ആറ്റിറ്റ്യൂഡിനെ പറ്റി നമ്മളോടൊരു റൈറ്റപ്പ് എഴുതാനാണ് പറയുന്നത്. കമ്പാഷന്റെയും കൈൻഡ്നെസിന്റെ ഒക്കെ ആവശ്യകത എന്താണെന്നൊക്കെ നമ്മൾ ഈ റൈറ്റപ്പിൽ മെൻഷൻ ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം പെലായോ എങ്ങനെയാണ് ഓൾഡ് മാനെ ട്രീറ്റ് ചെയ്തത് എന്ന് നോക്കാം. At first, frightened by the old man with wings. ആദ്യം ഈ ഓൾഡ് മാനെ കണ്ട് പേടിക്കുന്നു. Locked him in a chicken coop with the hens. കോഴിക്കൂട്ടില് കോഴികളോട് കൂടെ ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. Watched over him with a club at the beginning. തുടക്കത്തില് ലാത്തി പിടിച്ചിട്ടാണ് ഇദ്ദേഹത്തെ നിരീക്ഷിക്കുന്നത്. Later gained great wealth by charging admission fee to see the old man. പിന്നീട് ഈ ഓൾഡ് മാനെ കാണാനായിട്ട് ഒരു എൻട്രി ഫീ ചുമത്തി ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. Eventually ignored him as he appeared weak and useless. പിന്നീട് ഈ മനുഷ്യൻ ഒന്നും കൂടെ വീക്കായി, പിന്നെ ഉപകാരം ഇല്ലാണ്ടായി. അപ്പോൾ ഇഗ്നോർ ചെയ്യാണ് ചെയ്യുന്നത്. പെലായോ വളരെ സെൽഫിഷ് ആയിരുന്നു, നല്ല സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു, മാത്രമല്ല പ്രാക്ടിക്കലും ആണ്. അതുകൊണ്ടാണ് ഓൾഡ് മാന്റെ ആ സാഹചര്യം നന്നായി ഉപയോഗിച്ചത്. ഓൾഡ് മാനോട് ഒട്ടും കമ്പാഷനേറ്റും ആയിരുന്നില്ല. എലിസൻഡ ഇനിഷ്യലി ഫ്രൈറ്റൻഡ്. പെലായോടെ മാതിരി തന്നെ ആദ്യം പേടിച്ചു.
ഹസ്ബൻഡിന്റെ കൂടെ കൂടി കോഴിക്കൂട്ടിൽ അടയ്ക്കുകയും പിന്നീട് വെൽത്തിനായിട്ട് ഇദ്ദേഹത്തെ ചൂഷണം ചെയ്യുകയും ചെയ്തു. റിലീവ്ഡ് വെൻ ദ ഏഞ്ചൽ ഫൈനലി ഫ്ലൂ അവേ. അദ്ദേഹം അവസാനം പറന്നു പോയപ്പോൾ ഒരുപാട് ആശ്വാസം തോന്നി. ബിൽഡ് എ ലക്സൂറിയസ് ഹൗസ് ഫ്രം ദ മണി മെയ്ഡ് പോസിബിൾ ബൈ ദ ഏഞ്ചൽ ബട്ട് ട്രീറ്റഡ് ഹിം ലൈക്ക് എ ബർഡൻ. ഏഞ്ചലിന്റെ ഈ സാഹചര്യത്തിൽ നിന്നുണ്ടാക്കിയ പൈസ കൊണ്ട് വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള വീടൊക്കെ പണിതു. എന്നാലും അദ്ദേഹത്തെ ഒരു ഭാരമായിട്ടാണ് കണ്ടിരുന്നത്. പെലായോട് പോലെ തന്നെ വളരെ സെൽഫിഷ് ആൻഡ് പ്രാക്ടിക്കൽ ആണ് എലിസന്റെയും. പെലായോയും എലിസന്റെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പെലായോ കുറച്ചും കൂടെ കൺസേൺഡ് ആയിരുന്നു. കാരണം കോഴിക്കോട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണപ്പോൾ ഷെഡിൽ കിടക്കാനായിട്ട് സമ്മതിച്ചു, ഒരു ബ്ലാങ്കറ്റ് കൊടുത്തു, അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷേ എലിസെന്റ വളരെ ഡിറ്റാച്ച്ഡ് ആണ്. ഓൾഡ് മാനോട് യാതൊരു ഇമോഷനും കാണിക്കാത്ത ഒരാളാണ് എലിസെന്റ. അടുത്തത് നെയ്ബർ വുമൺ ആണ്. ക്വിക്ലി റിക്കഗ്നൈസ്ഡ് ഹിം ആസ് ആൻ ഏഞ്ചൽ ആഫ്റ്റർ ജസ്റ്റ് വൺ ലുക്ക്. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ സ്ത്രീ ഉറപ്പിക്കുകയാണ് ഇത് മാലാഖയാണെന്ന്. ഫ്രെയിംഡ് ദ ഓൾഡ് മാൻസ് എക്സിസ്റ്റൻസ് ഇൻ ദ ലൈറ്റ് ഓഫ് ഹർ സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ്സ്. ഈ ഓൾഡ് മാനെ ഒരു മാലാഖയാക്കിയത് ഈ സ്ത്രീയുടെ അന്ധവിശ്വാസങ്ങളുടെ ബേസിലാണ്. അതായത് അവർ പറയുന്നത് നിങ്ങളുടെ വയ്യാത്ത കുട്ടിക്ക് വേണ്ടി വന്നതാണ് ഈ മാലാഖ എന്നാണ്. ഓൾഡ് മാന്റെ കേസിൽ ഈ സ്ത്രീ വളരെ ജഡ്ജ്മെന്റൽ ആയിരുന്നു. മാത്രമല്ല ഫിയർഫുൾ ആണ്, പേടിയുണ്ട്. മാത്രമല്ല വളരെ അന്ധവിശ്വാസത്തോടെയാണ് ഈ ഓൾഡ് മാനെ അപ്രോച്ച് ചെയ്തത്. അതുകൊണ്ടാണ് ഇത് ഏഞ്ചൽ ആണെന്ന് പറഞ്ഞത്. അടുത്തത് അവിടെ വന്ന ക്രൗഡാണ്. ട്രീറ്റ് ഹിം ലൈക്ക് എ സർക്കസ് ആനിമൽ വിത്തൗട്ട് എനി റെസ്പെക്ട്. യാതൊരു ബഹുമാനവും കൊടുക്കാണ്ട് ഒരു സർക്കസ് അനിമൽ ആയിട്ടാണ് ആ ഓൾഡ് മാനെ അവർ ട്രീറ്റ് ചെയ്തത്. ത്രൂ ഫുഡ് അറ്റ് ഹിം ത്രൂ വയർ നെറ്റിംഗ് ഓഫ് ദ ചിക്കൻ കൂപ്പ്. ചിക്കൻ കൂപ്പിന്റെ ഓരോ ഗ്യാപ്സിൽ കൂടെ ഒരു ഫുഡൊക്കെ എടുത്ത് അദ്ദേഹത്തിന്റെ മേളെറിഞ്ഞു. പുൾഡ് ഔട്ട് ഹിസ് ഫെദേഴ്സ് ആൻഡ് ത്രൂ സ്റ്റോൺസ് അറ്റ് ഹിം ടു മേക്ക് ഹിം മൂവ്. ഓൾഡ് മാൻ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനോ മൂവ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ചിറകിലെ തൂവലുകളൊക്കെ പറിച്ചു. മാത്രമല്ല അദ്ദേഹത്തിന്റെ മുകളിലേക്ക് കല്ലൊക്കെ എടുത്തെറിഞ്ഞു. ലോസ്റ്റ് ഓൾ ഇൻട്രസ്റ്റ് ഇൻ ഹിം വെൻ സംതിങ് മോർ എക്സൈറ്റിംഗ് അറൈവ്ഡ്. ആ സ്പൈഡർ വുമൺ വന്നപ്പോൾ ഇദ്ദേഹത്തിലുള്ള എല്ലാ ഇൻട്രസ്റ്റും നഷ്ടപ്പെട്ടു. ഈ ആളുകളുടെ നേച്ചർ എന്താണ്? വളരെ സെൽഫിഷ് ആണ്, നല്ല സ്വാർത്ഥതയുള്ള ആൾക്കാരാണ്, വളരെ ക്രൂരത നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണ്. മാത്രമല്ല ഒരുപാട് ക്യൂരിയസും ആണ്. ഇദ്ദേഹത്തെ പറ്റി അറിയാൻ കൗതുകമുണ്ട്, എന്നാൽ പെട്ടെന്ന് തന്നെ ആ ക്യൂരിയോസിറ്റി അവസാനിക്കുകയാണ് സ്പൈഡർ വുമൺ വന്നപ്പോൾ. അടുത്തത് ഡോക്ടറാണ്. എക്സാമിൻഡ് ഹിം ഔട്ട് ഓഫ് സയന്റിഫിക് ക്യൂരിയോസിറ്റി നോട്ട് കമ്പാഷൻ. ഡോക്ടർക്ക് യാതൊരു അനുകമ്പയും ഇല്ല, വെറും ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് അദ്ദേഹത്തെ എക്സാമിൻ ചെയ്തത്. അല്ലാതെ ഈ ഓൾഡ് മാന്റെ അസുഖം മാറ്റണമെന്നോ അദ്ദേഹത്തെ കുറച്ചും കൂടെ ബെറ്റർ ഹെൽത്ത് കണ്ടീഷനിലേക്ക് എത്തിക്കണമെന്നോ ഈ ഡോക്ടർക്ക് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഫൗണ്ട് ഹിസ് വിങ്സ് നാച്ചുറൽ ബട്ട് ഡിഡ്ന്റ് ഹെൽപ്പ് ഓർ കെയർ ഫോർ ഹിം. ഈ മനുഷ്യന്റെ ശരീരം എങ്ങനെയാണ് വർക്ക് ചെയ്യണേ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഹ്യൂമൻ ബോഡിയിൽ ഈ ചിറക് വന്നിട്ടുള്ളത് എന്നതിനെയൊക്കെ പറ്റിയിട്ടായിരുന്നു ഈ ഡോക്ടറുടെ ചിന്ത മുഴുവൻ. അല്ലാണ്ട് അദ്ദേഹത്തെ കെയർ ചെയ്യാനൊന്നും ഈ ഡോക്ടർ നിന്നിട്ടില്ല. ഈ ഡോക്ടർ കുറച്ചുകൂടെ സയന്റിഫിക് ആണ്. അതായത് ബയോളജിക്കലി എങ്ങനെയാണ് ഇത് പോസിബിൾ ആവുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം ആലോചിച്ചത്. ക്യൂരിയസ് ആണ്, അതുകൊണ്ടാണ് ഓൾഡ് മാനെ എക്സാമിൻ ചെയ്തത്. പക്ഷെ വളരെ ഡിറ്റാച്ച്ഡ് ആണ്, ഒട്ടും അടുപ്പം കാണിക്കാത്ത ഒരു സ്വഭാവമാണ്. അവസാനത്തെ ക്യാരക്ടറാണ് ചൈൽഡ്. അറ്റ് ഫസ്റ്റ് ഹി വാസ് കെപ്റ്റ് അവേ ഫ്രം ദ ഏഞ്ചൽ, പ്രോബബ്ലി ഔട്ട് ഓഫ് ഫിയർ. കുട്ടിയെ അവരുടെ പാരന്റ്സ് ഒട്ടും ഏഞ്ചലിനെ അടുപ്പിക്കാൻ സമ്മതിച്ചിട്ടില്ല, ചിലപ്പോൾ പേടി കൊണ്ടായിരിക്കും. Later played with the angel in the coop when he noticed his parents didn't care anymore. പിന്നീട് പാരന്റ്സ് അധികം ശ്രദ്ധിക്കാതെ വന്നപ്പോൾ കുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം കോഴിക്കൂട്ടിൽ പോയിട്ട് ഏഞ്ചലിന്റെ കൂടെ കളിക്കാറുണ്ട്. Treated the angel innocently without cruelty unlike the adults. മുതിർന്നവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒട്ടും ക്രൂരതയില്ലാതെ വളരെ നിഷ്കളങ്കമായിട്ടാണ് ആ കുട്ടി ഏഞ്ചലിനെ ട്രീറ്റ് ചെയ്തത്. കുട്ടിക്ക് ഓൾഡ് മാനോടുള്ള ആറ്റിറ്റ്യൂഡ് മറ്റുള്ളവരിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആണ്, വളരെ നിഷ്കളങ്കാണ്. ഓൾഡ് മാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ ആ കുട്ടി റെഡി ആയിരുന്നു. കൂടുതൽ കാര്യങ്ങളൊന്നും ആ കുട്ടി ആലോചിക്കുന്നില്ല. ഓൾഡ് മാന്റെ കൂടെ കളിക്കുക, സമയം സ്പെൻഡ് ചെയ്യുക, ഇതൊക്കെയായിരുന്നു ആ കുട്ടിയുടെ ഉദ്ദേശം. ഈ കളക്ട് ചെയ്ത ഡീറ്റെയിൽസിന്റെ ബേസിൽ നമ്മളോട് റൈറ്റപ്പ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ റൈറ്റപ്പ് നമ്മൾ തുടങ്ങുന്നത് ഒരു കോട്ടോട് കൂടിയിട്ടാണ്. ഇഫ് യു വാണ്ട് അതേഴ്സ് ടു ബി ഹാപ്പി, പ്രാക്ടീസ് കമ്പാഷൻ. ഇഫ് യു വാണ്ട് ടു ബി ഹാപ്പി, പ്രാക്ടീസ് കമ്പാഷൻ. ദലൈലാമ. ദലൈലാമയുടെ ഒരു കോട്ടാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരെ ഹാപ്പിയാക്കി വെക്കണമെങ്കിൽ അനുകമ്പയോടുകൂടെ പെരുമാറാനാണ് പറയുന്നത്. നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിലോ അനുകമ്പയോടുകൂടെ പെരുമാറുക. സോ കമ്പാഷനേറ്റ് ആയിരുന്നാൽ നമുക്കും മറ്റുള്ളവർക്കും ഒരുപോലെ ഹാപ്പി ആയിട്ടിരിക്കാം എന്നാണ് ദലൈലാമ പറയുന്നത്. ഇൻ ടുഡേസ് വേൾഡ്, പീപ്പിൾ ഹു ആർ വീക്ക്, ഓൾഡ്, സിക്ക് ഓർ ഡിഫറെന്റ് ആർ ഓഫ്റ്റൻ ട്രീറ്റഡ് ബാഡ്ലി ഓർ ഇഗ്നോർഡ്. ഇന്നത്തെ ലോകത്ത് വീക്കായിട്ടുള്ള, പ്രായമായിട്ടുള്ള, വയ്യാത്ത, നമ്മളിൽ നിന്ന് വ്യത്യസ്തരായിട്ടുള്ള ആളുകളെ വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരെ ഇഗ്നോർ ചെയ്യാണ്, അവഗണിക്കുകയാണ് ചെയ്യുന്നത്. Society sometimes forgets that these people also have feelings, hopes and the right to be treated with respect.
നമ്മുടെ സമൂഹം പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ഈ ആളുകൾക്കും ഫീലിങ്സ് ഉണ്ട്, പ്രതീക്ഷകളുണ്ട്. അവരെയും നമ്മൾ ബഹുമാനത്തോടു കൂടി ട്രീറ്റ് ചെയ്യണം. ഇൻസ്റ്റെഡ് ഓഫ് ഹെൽപ്പിംഗ് ദം, മെനി പീപ്പിൾ ചോസ് ടു ലാഫ് അറ്റ് ദം, ഫിയർ ദം ഓർ യൂസ് ദം ഫോർ ദെയർ ഓൺ ബെനിഫിറ്റ്. അവരെ സഹായിക്കുന്നതിന് പകരം ഭൂരിഭാഗം ആളുകളും അവരെ നോക്കി ചിരിക്കുകയും അല്ലെങ്കിൽ അവരെ ഭയക്കുകയും അല്ലെങ്കിൽ അവരെ നമ്മുടെ എന്തെങ്കിലും താല്പര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. In this story, A Very Old Man with Enormous Wings by Gabriel Garcia Marquez, we see this clearly. Gabriel Garcia Marquezന്റെ A Very Old Man with Enormous Wings എന്ന് പറഞ്ഞ കഥയിൽ നമുക്കിത് വ്യക്തമായിട്ട് കാണാം. The old man with wings is weak and helpless. ആ ചിറകോട് കൂടിയിട്ടുള്ള ഓൾഡ് മാൻ വളരെ വീക്കാണ്, നിസ്സഹായനുമാണ്. His arrival exposes how people treat those who are different, strange or powerless. നമ്മുടെ സമൂഹം നമ്മളിൽ നിന്ന് വ്യത്യസ്തരായിട്ടുള്ള, വിചിത്രരായിട്ടുള്ള അല്ലെങ്കിൽ അശക്തരായിട്ടുള്ള ആളുകളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നാണ് ഓൾഡ് മാന്റെ വരവിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. Each character in the story reacts differently to him, revealing their true nature and the values of the society they live in. ഓരോ ആളുകളും അദ്ദേഹത്തോട് വളരെ വ്യത്യസ്തമായിട്ടാണ് പെരുമാറുന്നത്. അത് കാണിക്കുന്നത് മനുഷ്യന്റെ ട്രൂ നേച്ചറിനെയാണ്, മാത്രമല്ല നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിന്റെ മൂല്യബോധത്തെയും കൂടിയാണ്. Pelayo at first is frightened and confused by the old man's appearance. Pelayo ആദ്യം കണ്ടപ്പോൾ ഒരുപാട് പേടിച്ചു, മാത്രമല്ല കൺഫ്യൂസ്ഡ് ആയി. While he shows some concern by dragging him out of the mud, his main worry is the safety of his family. പെലായോ ആകെ ആശങ്കകളോടെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ഓൾഡ് മാനെ ചെളിയിൽ നിന്ന് വലിച്ചെടുത്ത് കോഴിക്കൂട്ടിലടച്ചത്. ആളുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഫാമിലിയുടെ സേഫ്റ്റിയെ ആലോചിച്ചായിരുന്നു. He locks the old man in a chicken coop and later uses him to earn money. ആദ്യം ഈ ഓൾഡ് മാനെ ഒരു കോഴിക്കൂട്ടിൽ അടക്കുകയും പിന്നീട് ഈ സാഹചര്യത്തെ ഒരു പൈസ ഉണ്ടാക്കാനുള്ള അവസരമായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തത്. എലിസൻഡ sees the old man as a burden. എലിസന്റെ ആണെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഭാരമായിട്ടാണ് ഓൾഡ് മാനെ കാണുന്നത്. She is practical and uses the opportunity to improve their financial condition. ആള് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആണ്. ഓൾഡ് മാന്റെ പ്രസൻസിനെ പൈസ ഉണ്ടാക്കാനുള്ള ഒരു അവസരമായിട്ടാണ് എലിസണ്ട കണ്ടത്. She treats the old man more like a business opportunity than a human being. എലിസണ്ട ഇദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തത് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ്, ഒരു മനുഷ്യനായിട്ട് പോലും അങ്ങനെ കൺസിഡർ ചെയ്തില്ല. In the end, she feels relieved when he flies away. അവസാനം ഓൾഡ് മാൻ പറന്നു പോയപ്പോൾ അവൾക്ക് ഒരുപാട് ആശ്വാസമാണ് ചെയ്തത്. The neighbor woman is quick to believe the old man is an angel. നെയ്ബർ വുമൺ ആവട്ടെ പെട്ടെന്ന് തന്നെ വിശ്വസിച്ചു ഇതൊരു ഏഞ്ചൽ ആണെന്ന്. The crowd treats the old man like a circus attraction. എന്നാൽ ഓൾഡ് മാനെ കാണാൻ വന്ന ആളുകൾ എല്ലാവരും ഓൾഡ് മാനെ ഒരു സർക്കസ് അട്രാക്ഷൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്തത്. They mock him, throw food and stones and pull out his feathers hoping for miracles. വന്നിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ കളിയാക്കി, ഫൂഡും കല്ലും ഒക്കെ വലിച്ചെറിഞ്ഞു. അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ച് അദ്ദേഹത്തിന്റെ ചിറകിലെ തൂവലുകളൊക്കെ വലിച്ചെടുത്തു. They do not see his pain but only care about their entertainment and selfish needs. അവര് ഓൾഡ് മാന്റെ പെയിനെ പറ്റിയിട്ടൊന്നും ചിന്തിക്കാൻ തയ്യാറായിരുന്നില്ല. അവരുടെ എന്റർടൈൻമെന്റും അവരുടെ സെൽഫിഷ് നീഡ്സും മാത്രമായിരുന്നു ഉള്ളിലുണ്ടായിരുന്നേ. The doctor, though curious, examined the old man as a subject, not as a patient in need. ഡോക്ടർ ആവട്ടെ വളരെ ആകാംക്ഷയോടെയാണ് ഈ ഓൾഡ് മാനെ ട്രീറ്റ് ചെയ്തത്. എന്നാൽ അദ്ദേഹത്തെ ഒരു വസ്തു മാത്രമായിട്ടാണ് കണ്ടത്. ചികിത്സ ആവശ്യമുള്ള ഒരു പേഷ്യന്റ് ആയിട്ടൊന്നുമല്ല ഡോക്ടർ ഓൾഡ് മാനെ ട്രീറ്റ് ചെയ്തത്. He is amazed by the wings but does not offer care or help. ഓൾഡ് മാന്റെ ആ സ്ട്രക്ചർ അദ്ദേഹത്തെ ഒരുപാട് അത്ഭുതപ്പെടുത്തി. എന്നാൽ ആവശ്യത്തിനുള്ള ഒരു കെയറോ സഹായമോ ഒന്നും ആ ഡോക്ടർ ചെയ്തില്ല. Only the child shows a natural connection with the old man. ആ കുട്ടി മാത്രമാണ് ഒരു നാച്ചുറൽ കണക്ഷൻ ഓൾഡ് മാനുമായിട്ട് ഉണ്ടാക്കിയത്. He plays near the chicken coop and accepts him without judgment. കുട്ടിയാണെങ്കിൽ ഈ കോഴിക്കൂടിന്റെ ഉള്ളിൽ കയറി ആ ഓൾഡ് മാന്റെ കൂടെ കളിച്ചു. ഒരു ധാരണകളും വെക്കാണ്ട് എങ്ങനെയാണോ ഓൾഡ് മാൻ അങ്ങനെ തന്നെ അദ്ദേഹത്തെ സ്വീകരിച്ചു. His innocence and lack of prejudice offer a sharp contrast to the cruelty of adults. മുതിർന്നവരുടെ ആ ക്രൂരമായ ആറ്റിറ്റ്യൂഡിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടായിരുന്നു ഈ കുട്ടിയുടെ നിഷ്കളങ്കതയും അല്ലെങ്കിൽ മുൻധാരണകളില്ലാത്ത സ്വഭാവമൊക്കെ നിൽക്കുന്നത്. This shows the lack of compassion in society. ഇത് കാണിക്കുന്നത് നമ്മുടെ സമൂഹത്തില് അനുകമ്പയില്ലാത്തൊരവസ്ഥയാണ്. People often fail to understand that one day anyone can become weak or vulnerable. മനുഷ്യന്മാർ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല ഒരു ദിവസം ഇവരെ പോലെ തന്നെ നമ്മളും വീക്കും വൾണറബിളും ആവുന്നു. If we treat such people with love and care, it makes the world a better place for everyone.
നമ്മൾ ഇത്തരത്തിൽ ദുർബലരായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വ്യത്യസ്തരായിട്ടുള്ള ആളുകളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്താൽ ഈ ലോകം എല്ലാവർക്കും നല്ലൊരു സ്ഥലമായി മാറും. Compassion is a powerful thing. A kind word, a helping hand, or even just showing respect can change someone's life. അനുകമ്പ എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ ദയോട് കൂടിയിട്ടുള്ള വാക്കോ അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു കൈയോ അല്ലെങ്കിൽ റെസ്പെക്റ്റോട് കൂടിയിട്ടുള്ള ഒരു ജസ്റ്ററോ മതി മറ്റുള്ളവരുടെ ജീവിതം മാറാനായിട്ട്. Children, like the one in the story, often show more kindness than adults because they don't judge others. കുട്ടികളാണ് മുതിർന്നവരെക്കാളും കുറച്ചുകൂടെ ദയ കാണിക്കുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടെ മനുഷ്യത്വത്തോടു കൂടെ പെരുമാറുന്ന ആളുകള്. കാരണം അവരാരെയും മുൻധാരണയോടെ കാണുന്നില്ല. We can learn a lot from that innocence. നമുക്ക് അവരുടെ നിഷ്കളങ്കതയിൽ നിന്ന് ഒരുപാട് പഠിക്കാണ്ട്. In conclusion, society must learn to treat the weak and vulnerable with empathy and kindness. നമ്മുടെ സമൂഹം ഇതുപോലെ വീക്ക് ആൻഡ് വൾണറബിൾ ആയിട്ടുള്ള ആളുകളെ കുറച്ചുകൂടെ എമ്പതിയോടും കൈൻഡ്നെസ്സോടും കൂടെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ പഠിക്കണം. Everyone deserves dignity, no matter how different or helpless they may seem. ആളുകള് എത്ര വ്യത്യസ്തരായിക്കോട്ടെ, എത്ര നിസ്സഹായരായിക്കോട്ടെ, എന്തൊക്കെയായാലും അവരർഹിക്കുന്ന ഡിഗ്നിറ്റി നമ്മൾ കൊടുത്തേ പറ്റൂ. By being kind, we not only help others, we also grow as better human beings. നമ്മൾ ഓരോ വട്ടം ഈ കൈൻഡ്നെസ് കാണിക്കുമ്പോൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാന്ന് മാത്രമല്ല നമ്മളൊരു ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറാണ് ചെയ്യുന്നത്. അവസാനത്തെ ആക്ടിവിറ്റി ഇതാണ്. നമുക്കൊരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട് ബിറ്റ്വീൻ ഏജ്ഡ് മദർ ആൻഡ് ഹെർ കെയർ ഗിവർ ഇൻ ആൻ ഓൾഡ് ഏജ് ഹോം. ഒരു പ്രായമായ അമ്മയും ഓൾഡ് ഏജ് ഹോമിൽ അവരെ കെയർ ചെയ്യുന്ന ഒരു ആളുമായിട്ടുള്ള കോൺവെർസേഷൻ ആണത്. നിങ്ങളോട് ഇത് വെച്ചിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതി ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത്. ഋതു എന്നാണ് കെയർ ഗിവറിന്റെ പേര്. ഗുഡ് മോർണിംഗ് സുധ ആന്റി, ഹൗ ആർ യു ടുഡേ? ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്നാണ് ഈ സുധ എന്ന് പറഞ്ഞ പ്രായമായ അമ്മോട് ചോദിക്കുന്നത്. അപ്പൊ അവര് ദീർഘനിശ്വാസത്തോടെ പറയാണ്, ജസ്റ്റ് another day dear, another day without my family. സാധാരണ ദിവസം പോലെ മറ്റൊരു ദിവസം, എൻ്റെ കുടുംബം എൻ്റെ കൂടെ ഇല്ലാത്ത വേറൊരു ദിവസം, അത്ര തന്നെ. I'm so sorry auntie, I know it's hard, how can I help you? എനിക്കറിയാം ഇത് വളരെ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ആണെന്ന്. ഞാൻ എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കേണ്ടത്? Can you tell me more about what's on your mind? നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് എന്നോട് പറയുമോ എന്നാ ചോദിക്കുന്നേ. You know they brought me here and left. കുട്ടിക്ക് അറിയാലോ അവരെന്നെ ഇവിടെ കൊണ്ടാക്കി എന്നിട്ട് തിരിച്ചുപോയി. It is a long story dear. My children told me that they couldn't take care of me anymore. അതൊരു വലിയ കഥയാ കുട്ടി. എൻ്റെ കുട്ടികൾ എന്നോട് പറഞ്ഞത് ഇനി അവർക്ക് എന്നെ നോക്കാൻ പറ്റില്ല എന്നാണ്. ആൻറ്റി, I understand your feeling. ആൻറ്റി, എനിക്ക് നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. Understand? No, nobody understands me. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നോ? ആർക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. I sacrificed my life for kids and here I am all alone. ഞാൻ എൻ്റെ ജീവിതം മൊത്തം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്. എന്നിട്ടിപ്പോൾ ജീവിതത്തിൽ ഒറ്റയ്ക്കായിട്ട് ഞാൻ ഇവിടെ എത്തപ്പെട്ടു. Oh, I know you are suffering auntie, but you are loved and valued here. Consider us your new family. ആൻറ്റി, എനിക്ക് നിങ്ങളുടെ കഷ്ടപ്പാടൊക്കെ അറിയാം. പക്ഷേ നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളെ വാല്യൂ ചെയ്യാനും ഞങ്ങളിവിടെ ഉണ്ട്. ഞങ്ങളെ ഒരു പുതിയ ഫാമിലി ആയിട്ട് കാണുമെന്നാണ് ഋതു പറയുന്നത്. Do you really care? You are just doing your job, aren't you? നിങ്ങൾ ശരിക്കും കെയർ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ജോലിയല്ലേ ചെയ്യുന്നേ? No auntie, we are here to love you and to listen your stories and experiences. അങ്ങനെ ഒരു ജോലിയായിട്ട് മാത്രമല്ല, നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളുടെ കഥകളും നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ കേൾക്കാനും കൂടിയാണ്. You will never be alone again, never. നിങ്ങൾ ഒരിക്കലും ഇനി ജീവിതത്തിൽ ഒറ്റപ്പെടില്ല, ഒരിക്കലും എന്ന് പറഞ്ഞിട്ടാണ് ഋതു ഈ കോൺവെർസേഷൻ അവസാനിപ്പിക്കുന്നത്. This conversation highlights the emotional state of elderly individuals who may feel that there is nothing left in life. ഈ കോൺവെർസേഷൻ കാണിക്കുന്നത് പ്രായമായവരുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് ആണ്. ജീവിതത്തിൽ ഇനി ഒന്നും ബാക്കിയില്ല എന്നാണ് അവർ ആലോചിക്കുന്നത്. It also underscores the rising need for empathetic caregivers. വളരെ എംപത്തറ്റിക് ആയിട്ടുള്ള കെയർ ഗിവേഴ്സിന്റെ ആവശ്യകതയെ പറ്റിയിട്ടും കൂടിയാണ് ഈ കോൺവെർസേഷൻ നമുക്ക് കാണിച്ചു തരുന്നത്. സോ ഇതോടുകൂടെ A Very Old Man with Enormous Wings എന്ന് പറഞ്ഞ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അടുത്തൊരു ചാപ്റ്റർ ആയിട്ട് നമ്മൾ വൈകാതെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.